നമസ്കാരം. ഇന്ന് IFPHന്റെ 2021 ദിവസമാണ്. നമ്മുടെ സൂം വെബിനാർ തുടങ്ങിയിട്ട് 2021 ദിവസമാണ്. അപ്പോൾ അതിന്റെ മലയാളം സെക്ഷനിലേക്ക് എല്ലാ ഹോമിയോപ്പതി ലവേഴ്സിനെയും സ്നേഹിതരെയും എല്ലാ ഹോമിയോപ്പതി ഡോക്ടേഴ്സിനെയും സ്റ്റുഡൻസിനെയും വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ആദ്യമായിട്ട് നമുക്ക് ഒരു നിമിഷം ഈശ്വരനെ ധ്യാനിക്കാം. ഓക്കെ, നന്ദി. ഇന്നത്തെ നമ്മുടെ അതിഥിയായിട്ട് വന്നിരിക്കുന്നത് ഡോക്ടർ TN ശ്രീധരക്കുറുപ്പ് സാറാണ്. അദ്ദേഹം സെൻട്രൽ കൗൺസിൽ ഫോർ റിസർച്ച് ഹോമിയോപ്പതി നമ്മുടെ കോട്ടയത്തെ റിട്ടയർഡ് അസിസ്റ്റന്റ് ഡയറക്ടർ ഓഫീസറാണ്. 48 വർഷത്തെ ചികിത്സാനുഭവം അദ്ദേഹത്തിനുണ്ട്. അപ്പോൾ ഇന്ന് അദ്ദേഹം നമ്മളോട് അദ്ദേഹത്തിന്റെ അനുഭവങ്ങളാണ് പങ്കുവയ്ക്കുന്നത്. അപ്പൊ സാറ് ജോയിൻ ചെയ്തിട്ടുണ്ടോ? ഉണ്ട്. ആ, ഉണ്ട്. നേരത്തെ സാറിനെ അപ്പോൾ ഈ സെക്ഷൻ കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ട്, ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ട് വളരെ ആദരവോടെ ക്ഷണിക്കുന്നു. കേൾക്കാൻ പറ്റുന്നുണ്ടോ? കേൾക്കാമോ? കേൾക്കാം സാർ, കേൾക്കാം. എന്നാലും എല്ലാ പ്രാവശ്യത്തെ കൂട്ടും ഇതിന്റെ സംഘാടകർക്കും പ്രത്യേകിച്ച് ഇതിന്റെ മോഡറേറ്റർമാർക്കും അതുപോലെ തന്നെ ഇതിന്റെ കോർഡിനേറ്റർമാർക്കും എല്ലാവർക്കും എൻ്റെ ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറഞ്ഞുകൊണ്ട് തുടങ്ങാം. അതായത് ഇത് ഞാൻ ഇന്ന് ആർക്കെങ്കിലും ചോദ്യം ഉണ്ടെങ്കിൽ ഇടയ്ക്ക് ചോദിക്കാം. അല്ലെങ്കിൽ ഞാൻ ഇന്ന് ഉദ്ദേശിക്കുന്നത് ഇതേവരെ ഞാനധികം കേട്ടില്ല, ഇനി ആരെങ്കിലും എടുത്തോന്നറിയാൻ മേലെ ഈ സബ്ജക്റ്റ് ഗർഭകാലങ്ങളിലുള്ള അസ്വസ്ഥതയും അതിനുള്ള ഹോമിയോപ്പതി മെഡിസിനുമാണ് ഞാൻ ഇന്ന് എടുക്കാൻ പോകുന്ന സബ്ജക്റ്റ്. കാരണം പെട്ടെന്നുള്ള ഇതായതുകൊണ്ട് ഒരു ഡിസൈഡ് ചെയ്യാൻ 3-4 സബ്ജക്റ്റ് ഞാൻ പ്രിപ്പയർ ചെയ്ത് വെച്ചിരുന്നു. അതിലൊരെണ്ണമാണ് ഇത് ഞാൻ ഇതിനു മുമ്പ് ആരെങ്കിലും ഒക്കെ എടുത്തിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല, ഞാൻ കണ്ടില്ല ഇതേവരെ. അതുകൊണ്ടാണ്. കാരണം ഇടയ്ക്കിടയ്ക്ക് ചെറിയ രീതിയിലൊക്കെ പലരും പറഞ്ഞിട്ടുണ്ട് സാർ. പക്ഷെ ഫുൾ സബ്ജക്റ്റ് ആയിട്ട് ഒരാൾ എടുത്തിട്ടുണ്ട്. പക്ഷെ അത് തീർന്നു. കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു, ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടേ ഉള്ളൂ. ഹോമിയോപ്പതിക്ക് ആസ്പെക്ട് കൂടുതൽ പറഞ്ഞിട്ടില്ല. ഇത് ഞാൻ പറയാനുള്ള കാര്യം, ഞാൻ 1977 ആദ്യമായിട്ട് പഞ്ചാബിൽ അവിടുത്തെ അവിടെ പേഷ്യൻസിനെ അഡ്മിറ്റ് ചെയ്യും. ഫ്രീ ആയതുകൊണ്ട് ഈ പാവപ്പെട്ടവരൊക്കെ അവിടെ പ്രസവത്തിനും അഡ്മിറ്റ് ചെയ്യും. പിന്നെ രണ്ടാമത് ഗുജറാത്തിൽ വെച്ച് ഇങ്ങനെ ഇഷ്ടംപോലെ കേസുകൾ. ഞാൻ ആകുമ്പം രാത്രിയിലാണല്ലോ കൂടുതൽ കേസസ് പലതും വരുന്നത്. അന്നേരം ആരെയും ആദ്യം കിട്ടുകയില്ല. അന്നേരം നമ്മൾ തന്നെ നമ്മളെക്കാട്ടി കൂടുതൽ ഇതിനെക്കുറിച്ചൊക്കെ കൂടുതൽ അറിയാവുന്ന നേഴ്സുമാരും ഉണ്ടായിരിക്കും കൂട്ടത്തിൽ. നേഴ്സുമാരുണ്ടായിരിക്കും. പ്ലീസ് ക്ലോസ് ദി ഡോർ. ഇവിടെ പിള്ളേരെ കളിക്കാൻ വന്നിട്ടുണ്ടാവാം. പ്ലീസ് ഗോ ഡോണ്ട് ഡിസ്റ്റർബ്. അന്നേരം ഈ പലപ്പോഴും പ്രസവം എടുക്കേണ്ട സാഹചര്യം വരെ വന്നിട്ടുണ്ട്. എന്നാലും ഈസി ആയിട്ടുള്ള പ്രസവത്തിനുള്ള മരുന്നുകളെ അങ്ങനെ ചിലപ്പം ഇതിൽ പലർക്കും കാണുമായിരിക്കും. പലരും അനുഭവത്തിൽ കൂടെയും അല്ലെങ്കിൽ ചികിത്സിച്ചും കാണുന്നവർ പലരും കാണുമായിരിക്കും. അനുഭവമുള്ളവർ പലരും കാണുമായിരിക്കും. എന്നാലും ഞാനിവിടെ സംസാരിക്കുന്നത് എൻ്റെ അനുഭവമാണ്. ആദ്യമായിട്ട് ഞാനൊരു കേസ് പറയാം. അതായത് ഈ ഡെലിവറിക്ക് ഏറ്റവും പറ്റിയ ഒരു മെഡിസിൻ ആക്ടിയ റെസിമോസ് ആണ്. അത് ഗുജറാത്തിലെ ആനന്ദ് ഹോമിയോപ്പതിക് മെഡിക്കൽ കോളേജിൽ ഞാൻ ആർമമായിട്ടിരിക്കുമ്പം ഒരു കേസ് അവിടെ വന്നു. അത് നവരാത്രി സമയങ്ങളിൽ. Now it is not possible. Okay. ആ സമയത്ത് നവരാത്രി സമയം അവിടെ ഉള്ളവരെല്ലാം നവരാത്രിക്ക് പോകും, ആരെയും കിട്ടുകയില്ല. എന്നാലും ഞാനായിരുന്നു നൈറ്റ് ഡ്യൂട്ടി ഇൻചാർജ്. അന്നേരം ഒരു സ്ത്രീ വന്നു.
ഈ പ്രസവവേദന തുടങ്ങി അങ്ങോട്ട് വന്നിട്ട് അങ്ങോട്ട് ഈ ഇതാകുന്നില്ല. എന്നാലും ഞാൻ കൊടുത്ത 2 മെഡിസിൻ ഉണ്ട്. ഒന്ന് ആക്ടിയ റെസിമോസായും കൊടുത്തു, വേറൊന്ന് കൊടുത്തത് പൾസാറ്റിലായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് കൊടുത്തത്, പ്രസവം കഴിഞ്ഞ് കൊടുത്തത് ആർണിക്കാണ്. അതുകൊണ്ട് എൻ്റെ അനുഭവത്തിൽ നമ്മുടെ ഹോമിയോപ്പതി പല പല മരുന്നുകളും പ്രസവത്തിന് സംബന്ധിച്ച് വളരെയധികം പ്രയോജനപ്രദമായിട്ടുള്ള പല മരുന്നുകളുമുണ്ട്. ഈ ഉള്ള പലരും സ്വയം കഴിച്ചതും അല്ലെ വേറുള്ളവർക്ക് കൊടുത്തതുമായിട്ടുള്ള അനുഭവമുള്ളവർ ഇതിൻ്റെ അവസാനം ഒരു 10 മിനിറ്റ് സമയത്ത് അനുഭവമുള്ളവർ പറയുക അവർക്കുള്ള അനുഭവങ്ങൾ. ഇങ്ങനെയാണല്ലോ നമ്മൾ കൂടുതൽ പുതിയ പുതിയ മേഖലകളിലോട്ട് നമ്മൾ എത്തിപ്പെടുന്നത്. അതുകൊണ്ട് ആക്ടിയ റെസിമോസായുടെ കുറേ സിംറ്റങ്ങൾ പറയാം. ഗർഭിണികൾക്ക് സുഖപ്രസവത്തിന് നൽകാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഔഷധമാണിത്. ഉദരത്തിന് കുറുകെ മൂർച്ചയേറിയ നോവ് അനുഭവപ്പെടുന്നു. Some disturbance is there because my second son's birthday is there. Today he was പുള്ളിക്ക് ഇന്ന് ഇതുണ്ടായിരുന്ന കാരണം ഇപ്പോഴാണ് പുള്ളിയും ബന്ധക്കാരും കൂട്ടുകാരും ഒക്കെ വന്നത്. അതിൻ്റെ ഒരു ചെറിയ ഡിസ്റ്റർബൻസ് ഉണ്ട്, സോറി. മൂർച്ചയേറിയ നോവ് അനുഭവപ്പെടുന്നു. വേദന കാരണം രോഗി 2ആയി വളയുന്നു. പ്രസവ തീയതിയുടെ 3-4 മാസം മുമ്പ് തന്നെ ഈ ഔഷധം കൊടുത്തു തുടങ്ങാവുന്നതാണ്. ഇങ്ങനെ കൊടുത്താൽ വേദനയില്ലാതെ സുരക്ഷിതമായ ഒരു പ്രസവം നടക്കുന്നു. മനസ്സിലാകുന്നുണ്ടോ മോഡറേറ്റർ? മനസ്സിലാകുന്നുണ്ടോ? ഉണ്ട് സാർ. ഉണ്ടാവും. സ്പീഡ് കൂടിയെങ്കിൽ പറഞ്ഞോണേ. ഇല്ല. മാത്രമല്ല, അതായത് ഈ പ്രസവവേദന ഈ റോങ് ആയിട്ട് വരുന്ന പ്രസവവേദന അതില്ലാതാക്കുവാനും ഈ ഔഷധത്തിന് കഴിയുന്നതാണ്. തുടർച്ചയായി ചാവിള്ള ഉണ്ടാകുന്ന സ്ത്രീകൾക്കും, അതായത് മരിച്ചു കഴിഞ്ഞ് പ്രസവിക്കുന്ന വയറ്റിക്കിടന്നതിന് അങ്ങനെയുള്ളവർക്കും ഈ ഔഷധം ഏറ്റവും നൽകാവുന്ന ഒരു പ്രത്യേക ഔഷധമാണ്. പ്രസവത്തിൻ്റെ 6-7 മാസം മുമ്പ് തന്നെ ഈ ഔഷധം നൽകിയാൽ ഈ അവസ്ഥ ഒഴിവാക്കാവുന്നതാണ്. ഞാൻ കൊടുക്കുന്നത് ആക്ടിയ റെസിമോസ 0/3 ആണ്. പൊട്ടൻസിയും റെപ്പറ്റീഷനും അവനവൻ്റെ എക്സ്പീരിയൻസ് അനുസരിച്ചിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ആക്ടിയ റെസിമോസ അല്ലെങ്കിൽ സിമി പൂക എന്ന് പറയും, 2 പേരുണ്ട് അതിൽ. ഇത് ഏറ്റവും നല്ലൊരു മെഡിസിനാണ്. ഞാൻ പലർക്കും കൊടുത്തിട്ട്, അതായത് പ്രസവത്തിന് മുമ്പ് തന്നെ ആദ്യം തന്നെ കൊടുക്കുന്ന ഒരു മെഡിസിൻ ഒരെണ്ണമാണ്. ആരെങ്കിലും ചോദിച്ചാൽ നമ്മളെക്കുറിച്ച് നമ്മുടെ ഫാമിലിയിലോ ബന്ധത്തിലോ നമ്മുടെ രോഗികളിലും നമ്മളെക്കുറിച്ച് കൂടുതൽ വിശ്വാസമുള്ളവർ വന്നാൽ, ഡോക്ടറെ എന്തെങ്കിലും നല്ല മെഡിസിൻ വല്ലതും ഉണ്ടോ ഹോമിയോപ്പതിയിൽ ഈ സുഖപ്രസവത്തിന് എന്ന് ചോദിച്ചാൽ ഞാൻ കൊടുക്കുന്ന ഒരു മെഡിസിൻ ആക്ടിയ റെസിമോസ് ആണ്. രണ്ടാമത് കൊടുക്കുന്ന മെഡിസിൻ പൾസാറ്റിലാണ്. അതായത് പൊസിഷൻസ് ഒക്കെ ഈ കുറേയേറെ കേസുകൾ, അതായത് ഗർഭിണികളായിട്ടിരിക്കുമ്പം പൊസിഷൻസ്, ഇപ്പം സ്കാനിങ് ഒക്കെ ചെയ്ത് കഴിയുമ്പം പൊസിഷൻ ശരിയായിട്ടില്ലാതിരിക്കുന്ന സമയങ്ങളിൽ അന്നേരം ഇത് സ്കാൻ ചെയ്ത് കഴിയുമ്പം അറിയാം. അങ്ങനെ ആയിരിക്കുന്ന സമയത്ത് നമുക്ക് നമ്മുടെ പൾസാറ്റില കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ പൊസിഷൻ ശരിയായി ഒരുപാട് കേസുകൾ എനിക്ക് ശരിയാക്കാൻ സാധിച്ചിട്ടുണ്ട്. അന്നേരം നല്ലൊരു മെഡിസിനാണ്. പ്രസവ നോവ്, അതായത് ഹോഴ്സ് പെയിൻ കൊടുക്കാവുന്ന ഒരെണ്ണമാണ് ഞാൻ ആദ്യം പറഞ്ഞ ആക്ടിയ റെസിമോസ. രണ്ടാമത്തെ ഹോഴ്സ് പെയിന് കൊടുക്കാവുന്ന ഒരു മെഡിസിനാണ് ഇത് പൾസാറ്റിൽ. അത് നോവ് കുറച്ച് മാത്രമേ കാണത്തുള്ളൂ. പ്രസവത്തിന് ശേഷം രക്തസ്രാവം കാണും. പ്രസവത്തിന് തുല്യമായ വ്യാജ നോവ്, അതായത് ഹോഴ്സ് പെയിൻ ഒഴിവാക്കുന്നതിനും സുരക്ഷിതമായ പ്രസവം ഉറപ്പാക്കുന്നതിനും ഈ ഔഷധം വളരെയധികം നല്ലതാണ്. ഗർഭാശയത്തിൽ കുട്ടിയുടെ കിടത്തം ശരിയായ രീതിയിലാക്കുവാനും സാധാരണ പ്രസവത്തിന് സന്നദ്ധമാക്കുവാനും ഈ ഔഷധം വളരെ പ്രധാനപ്പെട്ട ഒരു മെഡിസിനാണ്. അത് പൊട്ടൻസി നിങ്ങൾ സെലക്ട് ചെയ്യണം. ഞാൻ കൊടുക്കാറുള്ളത് 0/3 ആണ്, അല്ലെങ്കിൽ 0/6 ആണ് കൊടുക്കാറ്. പൊട്ടൻസിയും റെപ്പറ്റീഷനും നിങ്ങൾ തന്നെ സെലക്ട് ചെയ്തുകൊള്ളുക.
കറക്റ്റ് റെപ്പറ്റ് ഓരോരുത്തർക്കും ഓരോ പലരും 0/3 ഒക്കെ ഈ 50 മില്ലിസിമെന്റ് ഉപയോഗിക്കാത്തവർ ഒരുപാട് പേരുണ്ട്. സ്രാവം തീരെ ഇല്ലാതെ വരുന്ന അവസ്ഥ, ഗർഭാശയ ബഹിർദ്വാരത്തിന് അയവില്ലായ്മ, രോഗിക്ക് അസ്വസ്ഥതയും നേരിയ പനിയും അനുഭവപ്പെടുന്നു. ഉദാഹരണം, പേടി സാധാരണ ഉണ്ടാകുന്ന, ഗർഭിണിയായിരിക്കുമ്പോൾ പോലും ഒരു പേടി വരികയാണെങ്കിൽ, വേറുള്ളവരുടെ പ്രസവവേദനയൊക്കെ കണ്ടിട്ട് പേടി, പ്രസവിക്കുമ്പം എന്ത് പറ്റും എന്തൊക്കെ അങ്ങനെയൊക്കെ ഉള്ളതിനൊക്കെ കൊടുക്കാവുന്ന ഒന്നാം തരം ഒരു മെഡിസിനാണ് അക്കണൈറ്റ്. പിന്നെ വേറൊരെണ്ണം, ഗർഭാശയ ബഹിർദ്വാരത്തിന് വഴക്കമില്ലായ്മ, തുടക്കത്തിൽ ഇടവിട്ട് വരുന്ന പ്രസവത്തിന് തുല്യമായ വ്യാജനോവ്, ഫോൾസ് പെയിൻ, വളരെ കുറഞ്ഞ അല്പസമയം മാത്രം നിൽക്കുന്ന ക്രമം തെറ്റി ശക്തിയുമായി ഉണ്ടാകുന്ന പ്രസവവേദന, വളരെ വേഗത്തിലുള്ള പ്രസവാനന്തര രക്തസ്രാവം, വളരെ ദീർഘസമയം നീണ്ടു നിൽക്കുന്ന പ്രസവശേഷമുള്ള വേദനയ്ക്കും ഏറ്റവും ഇത് കൊളോഫൈലം, അതിൻ്റെ ഒരു മെഡിസിനാണ്. ഇതൊക്കെ നമുക്ക് അപ്പുറം സാഹചര്യമില്ല. ഞങ്ങളൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് കുറെ ഒരു 8-10 കേസുകളൊക്കെ കാണിക്കുമായിരുന്നു. ഇപ്പം വേറെ ഹോസ്പിറ്റലുകളിലൊക്കെയാണ് പോകുന്നത്, അലോപ്പതി ഹോസ്പിറ്റലുകളിലൊക്കെയാണ് ട്രെയിനിങ്ങിന് പോകുന്നത്. പക്ഷേ പല നോർത്ത് ഇന്ത്യൻ സ്റ്റേറ്റുകളിലെല്ലാം ഹോമിയോപ്പതി കോളേജിൽ അധികം കേസ് നമ്മുടെ ഹോമിയോ കോളേജുകളിലും ഹോസ്പിറ്റലുകളിലും ഉള്ള കേസുകൾ അധികം കാണാറില്ല. എന്നാലും അവിടെ വന്ന്, അതായത് സാമ്പത്തിക ബുദ്ധിമുട്ട് കൊണ്ട് അവിടെ വന്ന് ചേരുന്ന പ്രസവ രോഗികൾക്ക് ഹോമിയോപ്പതി മരുന്നാണ് സാധാരണ കൊടുക്കാറുള്ളത്. അതുകൊണ്ട് നല്ല പ്രയോജനം കിട്ടിയിട്ടുള്ളതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്, അനുഭവത്തിൽ കൂടെ ഉള്ളതാണ് പറയുന്നത്. പിന്നെ വേറൊരെണ്ണം, പെട്ടെന്ന് ശക്തിയായി വരുന്ന അസഹനീയമായ പ്രസവന വേദന, ഭയങ്കരമായ ദേഷ്യവും അരിശവും ഒക്കെയാണ്. കീഴ്പോട്ട് കാലുകളിലേക്ക് കീറുന്നത് പോലെയുള്ള വേദന, അസഹനീയത. നമ്മൾ പറയല്ലേ, ലോകത്തിലെ ഏറ്റവും വലിയ വേദന പ്രസവ വേദനയാണെന്ന് പറയും. രോഗി ഡോക്ടറെയും നേഴ്സിനെയും സ്പർശിക്കാൻ പോലും അനുവദിക്കില്ല, ഓടിക്കുകയും പിന്നീട് തിരിച്ചു വിളിക്കുകയും ചെയ്യും. ഇങ്ങനെയുള്ള അവസ്ഥയ്ക്ക് കൊടുക്കാവുന്ന ഒന്നാം തരം ഒരു മെഡിസിനാണ് ചമ്മമില. വൺ ഓഫ് ദി ബെസ്റ്റ് മെഡിസിനാണ്. ഈ വേദനയ്ക്ക് നമ്മൾ പൊതുവെ പറയും വേദനയ്ക്ക് കൊടുക്കാവുന്ന ഒരു മെഡിസിനാണ് ചമ്മമില. പിന്നെ ഗർഭാശയ ബഹിർദ്വാരം പൂർണ്ണമായി വികസിച്ചാലും പ്രസവം നടക്കത്തില്ല. ഈ ഓസ് വികസിച്ചിരുന്നാലും പ്രസവം അങ്ങോട്ട് നടക്കുന്നില്ല. അങ്ങനെ ഇരിക്കുകയാണെങ്കിൽ പിറ്റുവിട്രിനമാണ് മെഡിസിൻ. പിറ്റുവിട്രിനം തുടക്കത്തിൽ നടുവിന് അനുഭവപ്പെടുന്ന വേദന, പ്രസവത്തിന് പര്യാപ്തമല്ലാത്ത മതിയാകാത്ത പ്രസവ വേദന, അതായത് വേദന അങ്ങോട്ട് നടുവിന് വേദനയുണ്ട്. അതുപോലെ തന്നെ പല പ്രസവത്തിന് ശേഷവും നടുവിന് വേദന നിലനിൽക്കുകയാണെങ്കിൽ അതിന് കൊടുക്കാവുന്ന ഒന്നാം തരം ഒരു മെഡിസിനാണ് കാലിക്കാർ. പ്രസവത്തിന് പര്യാപ്തമല്ല മതിയാകാത്ത പ്രസവ വേദന, അതായത് അങ്ങോട്ട് വരും, ശകലം നേരം നിൽക്കും, പിന്നെയും പോവും, പിന്നെയും വരും, എന്നാൽ പ്രസവിക്കത്തില്ല, വേദനയും കാണും, നടുവിന് ഭയങ്കര വേദനയാകും, പൊട്ടിപ്പോന്നോട്ടുള്ള വേദനയായിരിക്കും. രക്തസ്രാവവും വേദനയും കുറയ്ക്കുവാൻ നല്ലതാകുന്ന വേറൊരു ഔഷധമാണ്. അതായത് പ്രസവത്തിന് മുമ്പും പ്രസവത്തിന് ശേഷവും. കേൾക്കാവോ? കേൾക്കാം സാർ, കേൾക്കാം. പ്രസവത്തിന് മുമ്പും പ്രസവശേഷവും കുഞ്ഞിനും തള്ളയ്ക്കും വളരെയധികം പ്രയോജനപ്പെടുന്ന ഒരു മെഡിസിനാണ് ആർണിക്ക. അതായത് ആ ഇഞ്ചുറി ഉണ്ടാകുന്ന, ഹാർട്ടിലുണ്ടാകുന്ന ഫിസിക്കൽ, മെൻ്റൽ, എമോഷൻ ലെവലിലുള്ള ആ ട്രോമ കുറയ്ക്കാനായിട്ട് ഗർഭകാലത്തിൻ്റെ തുടക്കം മുതൽ മുമ്പ് വരെ കുറേ ദിവസത്തേന് അടുപ്പിച്ച് 2-3 നേരം ഈ ആർണിക്ക കൊടുത്താൽ വളരെ പ്രയോജനകരമാണ്. പിന്നെ കൊളോഫൈലം ഞാൻ പറഞ്ഞല്ലോ, പ്രസവം എളുപ്പമാക്കാനും വ്യാജനോവ് ഒഴിവാക്കാനും കൊടുക്കാവുന്ന മെഡിസിനാണ് കൊളോഫൈലം. ഞാൻ നേരത്തെ പറഞ്ഞതാണ്, പക്ഷെ ഇത് ഈ പോയിന്റ് പ്രത്യേകം പറഞ്ഞില്ല. ഇത്രയും മെഡിസിനാണ് പ്രസവത്തിന് വേണ്ടി നമ്മുടെ മെറ്റാമണിക്കായിൽ ഏറ്റവും കൂടുതൽ. ഇതല്ല, വേറെ പലതും ഉണ്ട്, ഇല്ലെന്നല്ല,
പക്ഷെ ഏറ്റവും കൂടുതൽ പ്രയോജനപ്രദമായിട്ട് കണ്ടിട്ടുള്ള എൻ്റെയും ഞാൻ വേറുള്ളവരുടെയും അനുഭവത്തിൽ കണ്ടിട്ടുള്ള എൻ്റെ ഗുരുക്കന്മാരിൽ നിന്ന് കണ്ടിട്ടുള്ള അറിവാണ് ഞാനിവിടെ പങ്കുവെക്കുന്നത്. ഇനി അടുത്തത് പോസ്റ്റ് ലേബർ പെയിന് ആണ്. ഇപ്പോൾ 1-2 മരുന്നുകൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. എന്നാലും ഒന്നുകൂടെ പറയുകയാണ്, ആക്ടിയ റെസിമോസ ഈ ഇതിന് ഏറ്റവും പറ്റിയൊരു മെഡിസിനാണ് പോസ്റ്റ് ലേബർ പെയിൻ. ആദ്യഘട്ടത്തിൽ തന്നെ അനുഭവപ്പെടുന്ന വേദന. അപ്പം ഇതൊക്കെ നേഴ്സുമാരൊക്കെ കണ്ടു കഴിഞ്ഞാൽ അവർ പെട്ടെന്നൊന്നും വരികയില്ല. അവരിതിങ്ങനെ ഒരുപാട് കണ്ടിട്ടുള്ള. അങ്ങനെയുള്ളപ്പം ഈ വയറിന് കുറുകെ മൂർച്ചയുള്ള കത്തി കൊണ്ട് മുറിക്കുന്നോട്ടുള്ള വേദന ഭയങ്കരമായ അസഹ്യമായ വേദനയാണ്. വേദന കാരണം രോഗി രണ്ടായി അങ്ങ് വളഞ്ഞു പോകും. അതിന് ആക്ടിയ റെസിമോസ് ആണ് മെഡിസിന് ഒന്ന് പറഞ്ഞു. പിന്നെ രണ്ടാമത്തെ മരുന്ന് പറഞ്ഞു, ഒന്നുകൂടെ എംഫസൈസ് ചെയ്ത് പറയുന്നത് കൊളോഫൈലം. കൊളോഫൈലും ഈ പൾസാറ്റില പോലെ തന്നെ, പൾസാറ്റില ആ പൊസിഷൻ കറക്റ്റാക്കും. പക്ഷെ പ്രസവം കുറച്ചുകൂടെ ഈസി ആകുന്നതിനും അവസാനത്തെ ആഴ്ചയിൽ കൊടുക്കാവുന്ന ഒരു മെഡിസിനാണ് കൊളോഫൈലം. ഒന്നുകൂടെ എംഫസൈസ് ചെയ്ത് പറഞ്ഞതേ ഉള്ളൂ, നേരത്തെ പറഞ്ഞതാണ്. ഇനി പ്രസവം കഴിഞ്ഞതിന് ശേഷമുള്ള വേദന, ആഫ്റ്റർ ഡെലിവറി ഉള്ള വേദനയ്ക്ക് അതും ആർണിക്ക ഞാൻ നേരത്തെ പറഞ്ഞു, ഒന്നുകൂടെ പറയാണ്. അത് കഴിഞ്ഞിട്ടും ആർണിക്ക വീണ്ടും ഇത് വരും. പിന്നെ അരക്കെട്ടിന് വേദന അനുഭവപ്പെടുകയും നടക്കുവാനും നിൽക്കുവാനും പോലും പറ്റാത്ത വേദനയാണെങ്കിൽ ബെല്ലിസ്പിരിനിസ്, ആർണിക്ക പോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു മരുന്നാണ് ബെല്ലിസ്പിരിനിസ്. കഴലകളിൽ വളരെ കൂടിയ വേദന അനുഭവപ്പെടുകയാണെങ്കിൽ ആക്ടിയ റെസിമോസ, അത് നേരത്തെ തന്നെ പറഞ്ഞതാണ്, വളരെ ദീർഘസമയം നീണ്ടു നിന്നും തളർച്ചയുണ്ടാകുന്ന വേദനയോട് പ്രസവത്തിന് ശേഷമായെങ്കിലും അടിവയറ്റിൽ കുറുകെ ഉണ്ടാകുന്ന വേദന കഴണ്ട വരെ നീണ്ടു നിൽക്കുന്ന വേദനയാണെങ്കിൽ കൊളോഫൈലം തന്നെയാണ് മെഡിസിൻ. ഗർഭാശയത്തിലെ ഉടലുകളിൽ അനുഭവപ്പെടുന്നത് കോക്കുലസ് എന്ന് പറയുന്ന മരുന്നാണ്. കോക്കുലസ് ഉടലുകളിലോട്ടും വയറിലോട്ടും കുടലിലോട്ടും ഒക്കെ വേദന എക്സ്റ്റെൻഡ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ കോക്കുലസ് ആണ് മരുന്ന്. സാർ കോക്കുലസ് ആണോ പോപ്പുലസ് ആണോ? കോക്കുലസ്. 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 പിന്നെ മലാശയത്തിനും മൂത്രാശയത്തിനും അനുഭവപ്പെടുന്ന വേദനയുണ്ടെങ്കിൽ കൊടുക്കേണ്ടത് നക്സോമിക്ക. നക്സോമിക്ക മനസ്സിലാവുന്നുണ്ടല്ലോ ഇല്ലേ ഡോക്ടറെ? അതികഠിനമായ പ്രസവാനന്തര നോവാണെങ്കിൽ, പിന്നിൽ നിന്നും മുന്നിലേക്ക് തുളച്ചു കയറുന്നതിന് പോലെയുള്ള വേദനയാണെങ്കിൽ, പുറകിൽ നിന്ന് മുമ്പിലോട്ട് വേദന വരികയാണെങ്കിൽ അതിന് സബൈനയാണ് മെഡിസിൻ. പിന്നെ സബൈന പറഞ്ഞപ്പം ഫസ്റ്റ് 3 months ആദ്യത്തെ കാലങ്ങളിൽ അബോർഷൻ വന്നാലും കൊടുക്കാവുന്ന ഒന്നാമതൊരു ഒരു മെഡിസിനാണ് സബൈന. പ്രിവെൻറ്റ് ചെയ്യും. സബൈനയും സെപ്പിയായി ഈ 2 മെഡിസിനും ആദ്യത്തെ 3 മാസത്തിനകം ഉണ്ടാകുന്ന ഈ അബോർഷൻസിന് കുറയ്ക്കും. വേദനയോടുകൂടി അരക്കെട്ടിൽ ഭാരം ഇരിക്കുന്നത് പോലെയുള്ള തോന്നലുണ്ട്. സെപ്പി അറിയാമല്ലോ, താഴോട്ട് ഏതാണ്ട് ഇറങ്ങി വരുന്ന എല്ലാവർക്കും അറിയാം. പലരും അത് അനുഭവിച്ചിട്ടുള്ളവർ കാണും. ആ വേദന അത് സെപ്പിയാണ്. മറ്റെല്ലാ ഔഷധങ്ങളും പരാജയപ്പെട്ടാൽ കൊടുക്കാവുന്ന ഔഷധമാണ് സാന്തോഫൈല. വേദനയ്ക്ക് കൊടുക്കാവുന്ന, നേരെ പറഞ്ഞ. ഇനി അടുത്ത വേറൊരു കണ്ടീഷനാണ് നീര് അല്ലെങ്കിൽ ക്ലോപ്സി. ഇത് സാധാരണ ഗർഭിണികളിൽ കാണുന്ന ഒരു പ്രസവകാലത്ത് നമ്മളോട് അടുക്കുമ്പം കാണുന്ന ഒരു പരിപാടിയാണ്. ഞാൻ ഒരുപാട് കേസുകൾ കണ്ടിട്ടുണ്ട്. ദാഹം കാണുകയില്ലെങ്കിൽ കൊടുക്കാവുന്ന മരുന്ന് എപ്പിസ്മെലിപ്പിക്കാണ്. അതിന് ദാഹമില്ല. ദാഹം ഉണ്ടെങ്കിൽ കൊടുക്കാവുന്ന അപ്പോസൈന. കരൾ സംബന്ധമായ അസുഖങ്ങൾ അതിൻ്റെ കൂടെ കാണും. ഭയങ്കരമായ ദാഹമാണ്. തുറസായ സ്ഥലത്തിരിക്കാൻ വളരെയധികം ഇഷ്ടം കാണും. പിന്നെ ഇനി ഹൃദയ സംബന്ധമായ അസുഖം ഉണ്ടെങ്കിൽ, ഹൃദയ സംബന്ധമായ അസുഖത്തോട് കൂടി ഉള്ള സ്വെല്ലിംഗ് ആണ് കാലിറങ്ങി കാണുന്നത്. നീര് വർദ്ധിച്ച് കിതപ്പ് അനുഭവപ്പെടുന്നു. നടക്കുമ്പം
ഒരു കിതപ്പ് അനുഭവപ്പെടും. അതിന് കൊടുക്കേണ്ടത് ഡിജിറ്റാലിസ് ആണ്. ഹൃദയ സംബന്ധമായ അസുഖങ്ങളോട് കൂടി നീരും അല്പം കുറേശ്ശെ സിപ്പായിട്ട് സ്വല്പം ഇച്ചിരി കുടിക്കും, പിന്നെ കുടിക്കും. അതിപ്പോൾ ഏത് ഡിസീസ് ആണെങ്കിലും ഞാൻ ഒരുപാട് കേസ് ഈ സിംറ്റം വെച്ച് ആഴ്സനിക് ആർബ് ഇറസ്പെക്റ്റീവ് ഓഫ് ഡിസീസ് കുറച്ച് വെള്ളം, ഒരിക്കൽ ഒരു ടൈഫോയിഡ് പോലും വളരെ സീരിയസ് ആയിട്ട് അലോപ്പതി മരുന്ന് കൊടുത്തിട്ട് കുറയാതെ വന്ന ഒരു കേസ്, 2-3 ആഴ്ച അലോപ്പതി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിട്ട് കുറയാതെ വന്ന കേസ് ഈ ഒറ്റ സിംറ്റംസ്, ഈ സ്മോൾ ക്വാണ്ടിറ്റീസ് ഇൻ സ്മോളർ ഇൻ്റർവെൽസ് ആഴ്സനിക് ആർബ് കൊടുത്ത് കുറഞ്ഞു. അതുപോലെ ഈ നീരിനും ഈ വെള്ളം കൂടുതൽ കുടിക്കുക, തുടരെ സ്പെസിഫായിട്ട് കുടിക്കുന്നുണ്ടെങ്കിൽ മെഡിസിൻ ആഴ്സനിക് ആർബാണ്. ഇനി ഉണ്ടാകുന്ന വേറൊരു കണ്ടീഷനാണ് പല്ലിന് വേദന, ടൂത്ത് ഏക്ക്. അതിന് കൊടുക്കാവുന്ന അവിടെ വെച്ചാൽ പല്ലിന് വേദന ഉണ്ടെങ്കിൽ, ഗർഭകാലത്ത് പല്ലിന് വേദന ഉണ്ടെങ്കിൽ നല്ലൊരു മെഡിസിനാണ് അത്. ചൂടുവെള്ളം ഉണ്ടാകുമ്പോൾ കവക്കൊള്ളുകയോ ചൂട് കഴിക്കുകയോ ചെയ്യുമ്പോഴാണെങ്കിൽ ചമമിലാണ് മെഡിസിൻ. അതിഭയങ്കരമായിട്ടുള്ള വേദന ഐസിട്ട വെള്ളം വായിൽ കൊണ്ട് നിർത്തുമ്പോൾ, അതായത് വല്ല ഐസ്ക്രീമോ വല്ലതും കഴിച്ചു കഴിഞ്ഞാൽ അത് കൂടും. കഠിനമായ പല്ലുവേദന, പല്ലുവേദന വായിൽ കൊള്ളുമ്പോൾ ഐസ് വെള്ളം, മറ്റേത് ചൂടുവെള്ളം, ഇത് ഐസ് വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ കുറവ് കിട്ടുകയാണെങ്കിൽ കോഫി അക്രൂഡ. രാത്രിയിലും തണുപ്പ് കൊണ്ട് കൂടുകയാണെങ്കിൽ മഗ്നീഷ്യം കാർബാണ് മെഡിസിൻ. മഗ്നീഷ്യം കാർബിന് ഒരു പ്രത്യേക മെഡിസിൻ, ഒരു കോൺകോമിറ്റൻ്റ് സിംറ്റം കൂടെ ഉണ്ട്. അതായത് ആള് കൂടുതൽ ഈ സോഡായോട് കൂടുതൽ താല്പര്യം ഡിസയർ ആൻഡ് ക്രേവിങ്സ് കാണും. കഠിനമായ പല്ലുവേദന, വായിൽ വലുതായ വരൾച്ച അനുഭവപ്പെടുന്നു, വെള്ളം കുടിക്കാൻ ആഗ്രഹമില്ല. അങ്ങനെ വന്നാൽ മോസ്കിറ്റ് ആയാൽ മതി. ഭയങ്കര ഡ്രൈനസ് ആയിരിക്കും, ഒട്ടും ദാഹം കാണുകയില്ല. ഇനി പല്ല് ദ്രവിച്ചത് കൊണ്ടുണ്ടാകുന്ന പല്ലുവേദനയാണെങ്കിൽ ക്രിയോസോട്ടാണ് വരുന്നത്. ക്രിയോസോട്ടം ഗർഭകാലത്ത് വരുന്ന പല്ലിന് വേദനയ്ക്കുള്ള ഒരു പ്രത്യേക ഔഷധം സെപ്പിയാണ്. അത് സെപ്പിയുടെ സിംറ്റംസ് ഒക്കെ പറഞ്ഞല്ലോ. ആ ഇരിപ്പും ഈ സംസാരമൊക്കെ കാണുമ്പോൾ തന്നെ നമുക്കറിയാം. പിന്നെ അടുത്തത് കീറുന്നത് പോലെയുള്ള പല്ലിന് വേദന, പ്രത്യേകിച്ചും ഇടതുവശത്താണെങ്കിൽ ചവയ്ക്കുമ്പോഴും തണുപ്പ് കൊണ്ടും വർദ്ധിക്കുന്നതാണെങ്കിൽ സ്പൈജീരിയ, പ്രത്യേകിച്ച് ഈ സൈഡ് ലെഫ്റ്റ് സൈഡിൽ ഇവിടെ വരും. അങ്ങനെ വരികയാണെങ്കിൽ സ്പൈജീരിയ മെഡിസിൻ. പല്ലിളകി കറുത്ത് ദ്രവിച്ച് പോകുന്നതായി കാണുന്നു. ആഹാര സാധനങ്ങളോ എന്തെങ്കിലും ദ്രാവകമോ പല്ലിൽ തട്ടുമ്പോഴുണ്ടാകുന്ന വേദനയാണെങ്കിൽ സ്റ്റാഫീസാക്രിയ. വെള്ളം കുടിക്കുകയോ അല്ലെങ്കിൽ വെള്ളം കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴോ ഉണ്ടാകുന്ന പല്ലുവേദനയാണെങ്കിൽ ഇളകിയായിരിക്കുന്നെങ്കിൽ ഇങ്ങനെ തന്നെ ഇരുന്ന് ആടും, അങ്ങനെയാണെങ്കിൽ സ്റ്റാഫീസാക്രിയ മെഡിസിൻ. അടുത്ത ഒരു കണ്ടീഷൻ ഇച്ചിങ് ആണ്. യോനിയിലും യോനി ദ്വാരങ്ങളിലും ചൊറിച്ചിൽ അനുഭവപ്പെടും. ഇത് പലർക്കും ഉണ്ടാകുന്ന ഒരവസ്ഥയാണ്. പല രോഗികളെ ഞാൻ കണ്ടിട്ടുണ്ട്. കലേഡിയമാണ് അതിൻ്റെ പ്രധാനപ്പെട്ട മെഡിസിൻ. ഇനി കലേഡിയം അതിനുള്ള ഒന്നാം തരം. പിന്നെ ഇനി അടുത്തൊരു കണ്ടീഷൻ പൈൽസ്, അതായത് ആർസസ്, മലയാളത്തിൽ ആർസസ് എന്ന് പറയും. പൈൽസ് പ്രോബ്ലം വരികയാണെങ്കിൽ എനിക്ക് ഏറ്റവും കൂടുതൽ കിട്ടിയിട്ടുള്ളത്, അത് കഴിഞ്ഞിട്ടുള്ള പൈൽസ് ആണെങ്കിൽ ഏറ്റവും കൂടുതൽ റിസൾട്ട് കിട്ടിയിട്ടുള്ളത് മ്യൂറിയാറ്റിക് ആസിഡാണ്. മ്യൂറിയാറ്റിക് ആസിഡ്. അടുത്ത മെഡിസിൻ കോളിൻസോണിയ. അതിൻ്റെ സിംറ്റംസ് ഗർഭകാലത്തുണ്ടാകുന്ന ആർസസ്, അത്യധികമായ ചൊറിച്ചിൽ അനുഭവപ്പെടുന്നു, കിടക്കുന്നതിന് കഴിയുന്നില്ല. അതുപോലെ എനർജി ചൊറിച്ചിലും വേദനയും എല്ലാം കൂടെ കൂടി ഒരു അരക്ഷിതാവസ്ഥയാണ്. അതിന് കൊടുക്കാവുന്ന മരുന്നാണ് കോളിൻസോണിയ. വേദനയോട് കൂടിയാണെങ്കിൽ മില്ലിപോഡിയം കൊടുക്കാം. വേദനയോട് കൂടി ചൂടും നീല നിറത്തിലും കാണുന്നതാണെങ്കിൽ ആ ഭാഗം നമ്മൾ പരിശോധിച്ചാൽ നീല നിറത്തിലേക്ക്, ഞാൻ ഓൾറെഡി പറഞ്ഞു, ചിലർക്ക് ബ്ലീഡിങ്ങും ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ ബ്ലീഡിങ്ങോട് കൂടിയാണെങ്കിൽ
കൊടുക്കേണ്ടി മരുന്ന് മൂറിയാറ്റിക് ആസിഡ്, ഞാൻ ആദ്യം തന്നെ ഒന്ന് പറഞ്ഞതാണ്. പിന്നെ പ്രൊലാപ്സ് റെക്ടം ഉണ്ടെങ്കിൽ പൊഡോഫൈൻ അതിൻ്റെ കൂടെ പൈൽസിൻ്റെ കൂടെ പ്രൊലാപ്സ് ആയിട്ട് വെളിയിലോട്ട് തള്ളി വരും റെക്ടം കൂടെ. അങ്ങനെ വന്നാൽ പൊഡോഫൈലാണ് മരുന്ന്. ഏനൽ റീജിയനിൽ ചൂടും വേദനയും അനുഭവപ്പെടുകയാണെങ്കിൽ ജിഞ്ചിബർ ആണ് ഏറ്റവും നല്ലൊരു മെഡിസിനാണ്. ഇനി അടുത്ത കണ്ടീഷൻ മനസ്സിലാവുന്നുണ്ടോ ഡോക്ടറെ? ഉണ്ട് സാർ, ഇതിന് മനസ്സിലായി. കുഴപ്പമുണ്ടെങ്കിൽ പറയണേ. സാർ സിഞ്ചിബർ പൊട്ടൻസി ഞാൻ സാധാരണ ഞാൻ പറഞ്ഞല്ലോ 0/3 0/6 ഒക്കെയാണ് കൊടുക്കുന്നത്. പിന്നെ പൊട്ടൻസി നിങ്ങൾക്ക് തന്നെ സെലക്ട് ചെയ്യാം. ഓരോരുത്തരും ഓരോ തരത്തിലാണ്. ചിലർ ഇപ്പോഴും 1 10 50 ഒക്കെ ആണ്. ഇത് ആരും 0/3 അധികം ആരും ഉപയോഗിക്കുന്നില്ല. അപ്പോൾ 4 ചിലപ്പൊക്കെ ഉപയോഗിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ പറയാം. വേരിക്കോസ് വെയിൻ കാരണം നടക്കുവാൻ പ്രയാസം അനുഭവപ്പെടുകയാണെങ്കിൽ സൈക്ലാമിൻ. വേറൊരു മെഡിസിൻ കാർബോവേജ് ആണ്. ഞാൻ ഒരുപാട് പേർക്ക് ഈ കാർബോവേജ്, പൾസാറ്റില, സൈക്ലാമിൻ, ലാക്കസിസ് ഒക്കെ കൊടുത്ത് ഒരുപാട് കുറയാത്ത പൊട്ടിയ ഈ വേരിക്കോസ് വെയിൻ വന്നിട്ട് പൊട്ടിയത് കലണ്ടുല പൗഡർ കൊണ്ടും ഡ്രസ്സിങ്ങും ഇതിൻ്റെ എല്ലാം കൂട്ടത്തിൽ ഞാൻ കൊടുക്കാറുള്ള ഒരു മരുന്ന് കാക്കേറിയ ഫ്ലോർ 6 കൊടുക്കും. പിന്നെ ഭയങ്കര വേദനയാണെങ്കിൽ ലാക്കസിസ് ആണ് മെഡിസിൻ. പിന്നെ വേറൊരു ഇതാണ് നെഞ്ചിന് ഭയങ്കരമായിട്ടുള്ള എരിച്ചിൽ വരും, ഹാർട്ട്. അതുണ്ടാകുന്നത് അമ്ലത കൊണ്ടാണെങ്കിൽ, അസിഡിറ്റി കൊണ്ടാണെങ്കിൽ കാക്കേറിയ കാർബാണ്. അതിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷനൂടെ നോക്കണം. സാധാരണ ഫാറ്റി ഒക്കെ ആയിരിക്കും അങ്ങനെയുള്ളവരുടെ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇനി അസിഡിറ്റി ഇല്ലാതെ ആണെങ്കിൽ കൊടുക്കേണ്ടി വരുന്നത് പൾസാറ്റിലായ. പിന്നെ വയറ്റിലൊന്നും ഇല്ല എന്നുള്ള തോന്നലോടുകൂടിയുള്ള ഒരിച്ചിൽ, നമ്മളൊന്നും കഴിക്കാതിരുന്നു കഴിഞ്ഞാലുള്ള ഒരു തോന്നലുണ്ടല്ലോ, അങ്ങനെയാണെങ്കിൽ കൊടുക്കേണ്ടത് കാപ്സിക്കം. ഇനി സലൈവേഷൻ, ഈ സമയങ്ങളിൽ ചിലർക്ക് കൂടുതലായിട്ട് ഉമിനീര് വരും. അത് മുട്ടയുടെ വെള്ളം പോലെ ഗിരിയായിരുന്നു. അതായത് നമ്മുടെ കാലി ബൈക്കിന്റെ സ്കൂട്ടം പോലെ സ്ട്രിഞ്ചി പോലെ വരും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ കൊടുക്കുന്ന ജബറാണ്ടിയാണ്. അത് അമിതമായിട്ടുള്ള ഉമിനീര്, അതിങ്ങനെ തൂങ്ങി കിടക്കും ഉമിനീര്. നമ്മൾ തുപ്പിയാൽ പോവുകയല്ല, കണ്ടമാനം ഉമിനീര് വരും, തുപ്പിയാലെങ്ങും പോവുക. പിന്നെ ഭയങ്കരമായിട്ട് അമക്കിയാൽ ആശ്വാസം കിട്ടും. രക്തമയമുള്ള ഒട്ടുന്ന ദുർഗന്ധത്തോടു കൂടിയ ഉമിനീരാണ് ചെമ്പിന്റെ ഇതുണ്ടെങ്കിൽ, അതായത് ചിലപ്പോൾ ഈ നമ്മൾ ചെമ്പുപാത്രത്തിൽ വെള്ളം വെച്ചിട്ട് കുടിച്ചാൽ ഒരു ചൊവയുണ്ടല്ലോ, എല്ലാവരും അനുഭവിച്ചിട്ടുണ്ടോ എന്ന് അറിയത്തില്ല, എനിക്കറിയാം അതിൻ്റെ ചൊവ. മെർസോളാണ് അതിന് മെഡിസിൻ. ഇടയ്ക്ക് ഓക്കാനം കൂടെ, ഈ ഇത് വായിൽ ഈ ഉമിനീര് വരുമ്പം അതിൻ്റെ കൂടെ ഓക്കാനം കൂടെ വരികയാണെങ്കിൽ, നോഷ്യ ഉണ്ടെങ്കിൽ അതിന് കൊടുക്കേണ്ടത് സൾഫറാണ്. എല്ലാവരും എപ്പിക്കാക്കെന്ന് വിചാരിക്കും, പക്ഷെ സൾഫറാണ് അതിൻ്റെ മെഡിസിൻ. പിന്നെ വേറൊരു കണ്ടീഷനാണ് ഉറക്കമില്ലാഴിക. ഗർഭകാലത്ത് ഉറക്കമില്ലാഴിക, ഭയങ്കരമായിട്ടുള്ള ആദിയും ഭയവും ഒരു പേടിയൊക്കെ. കാരണം വേറുള്ളവർ കിടന്ന് പോവുകയും കരയൊക്കെ ചെയ്യുന്ന കേൾക്കാം പ്രസവ വാർഡിൽ. അതൊക്കെ കണ്ട് പേടിച്ച് കിടക്കുന്നവരൊക്കെ കൊടുക്കാവുന്ന മരുന്നാണ് അക്രമേറ്റ്. ഞാൻ ആദ്യം തന്നെ പറഞ്ഞതാണ്. പിന്നെ വേറൊരു മരുന്ന് അനാകാർഡിയം. ഗർഭകാലങ്ങളിൽ ഉറക്കം വരാതിരിക്കുന്ന സ്ത്രീകൾക്ക് കൊടുക്കാവുന്ന ഒരു പ്രത്യേക ഔഷധമാണ് അനാകാർഡിയം. ഇത് രണ്ടും കൊടുത്തിട്ടും ഭരിച്ചില്ലെങ്കിൽ കൊടുക്കാവുന്ന മരുന്ന് കോഫിയാക്രോഡാണ്.
പിന്നെ വിരക്തി, ആഹാരം കഴിക്കണമെന്നൊരു തോന്നലുമില്ല, കാണുമ്പം തന്നെ ഓക്കാനോ മനമറിച്ചിടുക. ലൊറോസിറാസസ് എന്ന് പറയുന്ന മരുന്ന് കൊടുത്തു കഴിഞ്ഞാൽ അത് ആ വിരക്തി കുറച്ച് കുറയും. അതായത് ആഹാരത്തെക്കുറിച്ച് ചിന്തിക്കാൻ പോലും പറ്റിയല്ലാത്ത ഒരു കണ്ടീഷനാണെങ്കിൽ അത് തെറ്റിയാണ് മരുന്ന്. മനസ്സിൽ ചിന്തിക്കാൻ പോലും പറ്റിയല്ല, അന്നേരം വിശപ്പ് പോകും. പിന്നെ ആൽബുമിനൂറിയ, മൂത്രത്തിൽ മാംസ്യാംശം ആൽബുമിൻ കണ്ടുവരുന്നതിനെയാണ് അതിനെ പലരും മധുമേഹം എന്നൊക്കെ പറയും. ചിലർ പറയും ഡയബറ്റീസിനാ മധുമേഹം എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഇതിൻ്റെ അകത്ത് ആൽബുമിനാണ് പോകുന്നത്. ഇത് ഒത്തിരി പേർക്ക് കണ്ടുവരാറുള്ള ഒരു ഇതാണ് ആൽബുമിൻ പോവുക. അതിന് കൊടുക്കാവുന്ന എപ്പിസ്മിനിക്ക, കറുത്ത നിറവും മൂത്രത്തിന് കറുത്ത നിറവും കുറച്ചേ പോവുള്ളൂ, ഒത്തിരി പോയില്ല, സോറി, കുറച്ചേ പോവുള്ളൂ. പിന്നെ അവസാന നാളുകളിലാണ് ഈ ആൽബുമിനൂറിയ കാണുമെങ്കിൽ ഓസ്ട്രസ് ആണ്. അതായത് അവസാനത്തെ 3 or 4 months മൂത്രതടസ്സവും കൂടെ ഉണ്ടെങ്കിൽ ടെർബിന്തിനാണ്. മൂത്രനാളിൽ പുകച്ചിൽ കാണും, മരിച്ചിൽ കാണും, വേദന കാണും, കുറച്ച് തൊടിയായിട്ട് പോകും. നമ്മളെ പൂജായുടെ പോകുന്ന മാതിരി തൊടിയായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അതിന് ടെർബിന്ദിനമാണ് മെഡിസിൻ. ഇനി പുറം വേദന, മാംസപേശികൾക്കുള്ള വേദന, ബാക്ക് ആൻഡ് മസിൽ പെയിൻസ്, ഇത് കൂടുതലില്ലല്ലോ, ഇല്ല സ്പീഡ് കൂടുതലില്ലല്ലോ, എല്ലാവർക്കും മനസ്സിലാകുന്നുണ്ടല്ലോ. ഡോക്ടറെ, നേരത്തെ തെറബിന്ദിന്റെ മൂത്രം പോകുന്നത് പറഞ്ഞു, അത് എന്തുപോലെ പോകുന്നെന്നാ പറഞ്ഞ? പുകച്ചില് കാണും, മരിച്ചില് കാണും, തുള്ളിയായിട്ട് പോകും. ആ മൂത്ര തടസ്സം കാണും. ഈ ആൽബുമിനൂറിയയുടെ കൂടെ മൂത്രം പോകാൻ തടസ്സം തൊടിയായിട്ടേ പോകുള്ളൂ. അങ്ങനെ വന്നാൽ കൊടുക്കേണ്ട മെഡിസിനാണ് ടെർബിന്ദിൻ. അത് സാധാരണ കൊടുക്കുന്നത് മദർ ടിഞ്ചറാണ്. 10 തൊള്ളി 2 മണിക്കൂർ, 1.5-2 മണിക്കൂർ ഡേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ വളരെ ആശ്വാസം കിട്ടും. പിന്നെ പുറം വേദനയാണല്ലോ പറഞ്ഞു വന്നത്. അതായത് അരക്കെട്ടും നടുവും തമ്മിൽ ചേരുന്ന ഭാഗത്ത്, അതായത് ഇടിയുടെ അവിടെ കർശനമായ വേദന നടക്കുമ്പോഴും കുനിയുമ്പോഴും കൂടുകയാണെങ്കിൽ എസ്കുലസ് ആണ് കൊടുക്കേണ്ടത്. എസ്കുലസ്. ചർച്ചയോട് കൂടിയുള്ള മസിലിനൊക്കെ വേദനയാണ് അഡിട്രിസ് ഫർണേഷ്യ, അതാണ് കൊടുക്കേണ്ടത്. പൊട്ടൻസി ആണേ, ടിഞ്ചറല്ല. സാധാരണ ഈ ലൂക്കോറിയയ്ക്കൊക്കെ അഡിട്രിസ് മദർ ടിഞ്ചറാണ് കൊടുക്കുന്നത്. നട്ടല് ഒരുമാതിരി സ്റ്റിഫ് പോലെ ഇരിക്കും, മലർന്ന് കിടക്കാൻ പറ്റിയല്ല. അങ്ങനെ കിടന്നാൽ ശ്വാസം മുട്ടും. അങ്ങനെ വന്നാൽ ബ്രയോണിയാണ് പിടിച്ചത്. ബ്രയോണിയ. പുറം വേദനയും ഛർദിയും അനുഭവപ്പെടുകയാണെങ്കിൽ കോക്കുലസ. വേറെ ഒരു കണ്ടീഷനിലൂടെ ഞാൻ കോക്കുലസ നേരത്തെ പറഞ്ഞു. പ്രസവത്തിന് ശേഷം നടുവിന് വേദന കണ്ടാൽ ഒരുപാട് പേർക്ക് ഞാനത് കുറച്ചിട്ടുണ്ട്. പലർക്കും ഉണ്ടാകാറുള്ള ഒരു കണ്ടീഷനാണ് ഫോസ്ഫോറിക് ആസിഡ്. അസഹനീയമായ നടുവിന് വേദന രാവിലെ 3 മണിക്കും തണുപ്പ് കൊണ്ടും വേദനയുള്ള വശം വെച്ച് കിടക്കുമ്പോഴും വേദന വർദ്ധിക്കുന്നു. നട്ടിന് ബലഹീനതയും വഴക്കമില്ലായ്മയും അനുഭവപ്പെടുകയാണെങ്കിൽ കാലിക്കാർവ നല്ലൊരു മെഡിസിനാണ്, 1-ാം തരം ഒരു മെഡിസിനാണ്. ഈ നടുവിന് വേദനയ്ക്ക് ഇത് കഴിഞ്ഞിട്ട് ആ സമയത്തും നടുവിന് വേദനയുണ്ടെങ്കിൽ കൊടുക്കാവുന്ന നമ്പർ 1 മെഡിസിനാണ് കാലിക്കാർ. അത് കൂടുതലും വെളുപ്പിനെയാണ്. തണുപ്പടിക്കുമ്പോഴും ഇടത്ത് വശം വെച്ച് കിടക്കുമ്പോഴും, വലത്ത് വശമാണേലും സൈഡ് വെച്ച് കിടക്കുമ്പോൾ അന്നേരം ഉണ്ടാകുന്ന വേദന കാലിക്കാർപ്പാണ്.
ഓ, വേദനയോട് കൂടി ഒരു മഴക്കമില്ലായ്മ, ചൂട് കൊണ്ടും മിതമായ ചലനം കൊണ്ടും ആശ്വാസം കിട്ടുകയാണ് റെസ്റ്റോക്സ് ആണ്. ചൂട് വെച്ച് കഴിയുമ്പം ചെറുതായിട്ട് ചൂട് പിടിച്ചു കഴിയുമ്പോൾ കുറവ് കിട്ടും. പിന്നെ ക്രാംസ്, കോച്ചിപ്പിടുത്തം എന്ന് പറയും, മസിൽ ഇങ്ങനെ പിടിച്ച് ഇരിക്കും. അങ്ങനെ വരികയാണെങ്കിൽ കൊടുക്കുന്ന മരുന്ന് മാഗ്പോസ് ആണ് ഏറ്റവും ഈസി ആയിട്ടുള്ളത്. ഞാൻ 6S ആണ് കൂടുതൽ കൊടുക്കുന്നത്. ഒരു 5 പിൽസ് വെള്ളത്തിലിട്ടിട്ട് ഡിവൈഡഡ് ഡോസ് കൊടുക്കും. ഏറ്റവും ഫലപ്രദമായിട്ട് കണ്ടിട്ടുണ്ട്. ഈ കാൽ മണ്ണയിലാണ് ആണെങ്കിൽ തണുത്ത മുട്ടും തണുത്ത വിയർപ്പും ആണെങ്കിൽ കാൽക്കേറിയ കാർബാണ്. ഈ നടുവിന് വേദനയും കോച്ചിപ്പിടുത്തവും ആണെങ്കിൽ ശക്തിയായി അമർത്തുമ്പോഴും ആശ്വാസം കിട്ടുകയാണെങ്കിൽ കൊളോസിന്താണ് മേടിച്ചത്. സാധാരണ കൊളോസിന്തും മാഗ്പോസും ഞാൻ മാറി മാറി കൊടുക്കാറുണ്ട്. സാധാരണ കുറവ് കിട്ടാറുണ്ട്. പിന്നെ വേറൊരു നല്ല മെഡിസിൻ ഉപ്രമെറ്റാണ്. പാദത്തിനും കാൽമണ്ണയിലും കോച്ചിപ്പിടിക്കും. അത് പ്രത്യേകിച്ച് ഗർഭിണികൾ. കാൽമണ്ണയിൽ അനുഭവപ്പെടുന്ന കോച്ചിപ്പിടുത്തം ചർമ്മം തണുത്തിരിക്കും. ചെറിയ ആയാസം കൊണ്ട് പോലും രോഗി ബോധം കെടുന്നു. ബെറട്രമാൾഡ്. ഉദരത്തിലും കാലിലും അനുഭവപ്പെടുന്ന വേദനയും കോച്ചിപ്പിടുത്തലുമാണെങ്കിൽ വിബ്രണം ഓപ്പിഡസ് അതൊരു നല്ല മെഡിസിനാണ്. അത് തന്നെയല്ല, അത് രണ്ട് വിബ്രണം ഓപ്പിഡസ് പറയുമ്പം അതിനെക്കുറിച്ച് പറയേണ്ടത്, ഒന്ന് ഡിസ്മെനോറിയയ്ക്ക് കൊടുക്കാവുന്ന ഞാൻ സാധാരണ കൊടുക്കാറുള്ള ഒരു നല്ല മരുന്നാണ് വിബ്രണം ഓപ്പിഡസ്. അതുപോലെ ഡെലിവറി സമയത്തും അത് ഈ ഓസ് തുറക്കാൻ സഹായിക്കുന്ന ഒരു പ്രവണത ഈ വിബ്രണം ഓപ്പിഡസിനുണ്ട്. ഞാൻ മദർ ടിഞ്ചറാണ് ആ സമയത്ത് കൊടുക്കാറുണ്ട്. ചിലപ്പം അതുകൊണ്ട് കുറഞ്ഞില്ലെങ്കിൽ പൊട്ടൻസിയും ചിലപ്പോൾ കൊടുക്കാറുണ്ട്. പിന്നെ വേറൊരു കണ്ടീഷൻ വരുന്നത് ചുമ. ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനോ ചോദിക്കാനോ ആഡ് ചെയ്യാനോ ഉണ്ടെങ്കിൽ ഇടയ്ക്ക് കൈവെക്കാം കേട്ടോ. ചുമ ഇതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. രാവിലെ ആണെങ്കിൽ ചുമ കൊടുക്കാവുന്ന മരുന്ന് ബ്രവണിയാണ്. ഒച്ചയടപ്പുകളുടെ ശബ്ദത്തോടു കൂടി ചുമയ്ക്കുമ്പോൾ അറിയാതെ ഇൻകോണ്ടിനൻസ് ഓഫ് യൂറിൻ, പിന്നെ സൈക്കോട്ടിക് ഇറപ്ഷൻ, ചെറിയ മേത്തൊക്കെ, എൻ്റെ അനുഭവത്തിൽ എന്ന് പറയാം, മേത്തൊക്കെ അരിമ്പാറയും അതുപോലെയുള്ളതൊക്കെ കണ്ടാൽ ഇൻകോണ്ടിനൻസും ഒക്കെ കൂടെ ഉണ്ടെങ്കിൽ, ഒച്ചയടപ്പൂടുണ്ടെങ്കിൽ ഒന്നും നോക്കണ്ട, പോസ്റ്റിക്കം കൊടുത്താൽ മതി, തീർത്ത് പറയും. നടക്കുമ്പം എക്സർഷൻ കൊണ്ട് ചുമ വർദ്ധിക്കുകയാണെങ്കിൽ രാത്രിയിലാണെങ്കിൽ കൊളയം മെഡിസിൻ. തൊണ്ടയിൽ പശ പോലെയുള്ള കഫ ഇരിക്കുന്നത് നിമിത്തം തികട്ടോടോട് കൂടിയ ചുമയുടെ ശക്തി കാരണം ഗർഭം അലസിപ്പോകുവാൻ സാധ്യത ഉണ്ടോയെന്നുള്ളൊരു പേടി, അങ്ങനെയൊക്കെ വന്നാൽ അതുകൊണ്ടും ചിലപ്പം അലസിപ്പോകാൻ സാധ്യതയുണ്ട്. അങ്ങനെയുണ്ടെങ്കിൽ കാലിബൈക്കാണ് മേടിച്ചത്. ഇനി മൂത്രാശയം, യൂറിനറി ബ്ലാഡർ, അസഹനീയമായ മൂത്രവിസർജനം, പ്രേരണ, മൂത്രം പോകുന്നതിന് മുൻപും പിൻപും പോകുന്ന സമയത്തും അതികഠിനമായ വേദന, പുകച്ചിൽ പോലെയും പൊള്ളുന്നത് പോലെയുമുള്ള വേദന അനുഭവപ്പെടുന്നു. കാന്താരി സൺബേൺസിൽ. ബോബുവിനോട് പറ. ചുമയ്ക്കുമ്പോഴും തുമ്മുമ്പോഴും മൂത്രം അറിയാതെ പോവുകയാണെങ്കിൽ കോഷ്ടിക്കും. ചുമയ്ക്കോ തുമ്മുവോ ചിരിക്കുകയോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ കണ്ടിട്ടുണ്ട്, കോഷ്ടിക്കമാണ് മെഡിസിൻ. അത് ഈ തുമ്മുകയും ചുമയ്ക്കുകയൊക്കെ ചെയ്യുമ്പോൾ കോഷ്ടിക്കം കൂടാതെ നേട്രമോർ, പട്സാറ്റില, ഫോസ്ഫറസ്, സ്കുല്ല, ഇത്തരം മെഡിസിനും കൂടെ വരാം.
ഇനി ബ്രസ്റ്റിനെ കുറിച്ചാണ്. ഗർഭിണികളിൽ ചൂടും വേദനയും അനുഭവപ്പെടുന്നു. സ്ഥലങ്ങൾ കല്ലുപോലെയുള്ളതായി കട്ടി കാണുകയാണെങ്കിൽ ബ്രയോണിയ ഒരുമാതിരി കല്ലുപോലെ ഇരിക്കും. ആ സമയങ്ങളിൽ ഗർഭസ്ഥ സമയങ്ങളിൽ അതിന് കൊടുക്കാവുന്ന മരുന്ന് ഒന്നും ബ്രയോണിയ, മറ്റൊന്ന് കൊണയമ്മാക്കാണ്. ഇത് ഞാൻ പശുക്കൾക്കും ഞാൻ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്ന കാലത്ത് പശുക്കൾക്കും വരാറുണ്ട്. ഇങ്ങനെ പശുക്കൾക്കും കൊടുക്കുമ്പോൾ വളരെയധികം എൻ്റെ ബ്രയോണി എത്ര മേടിച്ചാലും തീർന്നു പോകും. കാരണം അടുത്തുള്ള ഒരു ഹോമിയോ ഡോക്ടറുടെ ചേട്ടനുണ്ട്, പുള്ളിക്ക് ഇതറിയാം. ഞങ്ങളുടെ ഗ്രാമത്തിൽ എല്ലാവർക്കും പശുവുണ്ട്. പശുവിൻ്റെ അകിടിന് എന്തെങ്കിലും വീക്കോ ഇതൊക്കെ വന്നാൽ എൻ്റെ വീട്ടിൽ ബ്രയോണിയ വേണമെന്നും പറഞ്ഞു വരും. പക്ഷെ ഒറ്റ കേസ് പോലും ഫെയിലിയർ ആയിട്ടില്ല. അതുപോലെ മാസ്റ്റൈറ്റിസിനും കൊടുക്കാവുന്ന നല്ലൊരു മരുന്നാണ് ബ്രയോണിയ. പിന്നെ കൊടുക്കാവുന്ന വേറൊരു മരുന്ന് കൊണയമ്മാക്കാണ്. ഗർഭകാലത്ത് സ്തനം വലുതാകുകയും വേദന അനുഭവപ്പെടുകയും ചെയ്യുന്നു. സ്തനത്തിലും മുഴക്കണ്ണിലും കൊളുത്തി വലിക്കുന്നത് പോലെയുള്ള വേദന, ശ്വാസം വലിച്ചെടുക്കുമ്പോഴും നടക്കുമ്പോഴും വേദന കൂടുന്നു. എല്ലായ്പ്പോഴും കൈകൊണ്ട് അമർത്തി പിടിച്ചാൽ കൊണ്ടിരിക്കും. അന്നേരം ഒരു ചെറിയ ആശ്വാസം കിട്ടും. അത് കൊണയമ്മാക്കാണ്. ഇനി അടുത്തത് മോർണിംഗ് സിക്നസിനെ കുറിച്ചാണ്. ഇതൊരു വലിയ പ്രശ്നമാണ്. ഇത് അനുഭവിക്കാത്തവർ വളരെ ചുരുക്കം ചിലരേ ഉള്ളൂ രക്ഷപ്പെട്ടിട്ടുള്ളൂ. ഗർഭാരംഭത്തിലുള്ള ഛർദിക്ക് നൽകാവുന്ന ഒരു പ്രത്യേക മെഡിസിനാണ് എപ്പിക്കാർക്ക്. ഭക്ഷണം കഴിച്ചാൽ ഉടനെ തകട്ടി വരിക, ഇങ്ങനെ വരും. മോക്കാനം പോലെ വരും, തകട്ടി വരും. ഏമ്പക്കം പോലെ അങ്ങനെ തകട്ടി വന്നുകൊണ്ടിരിക്കും. കൂടുതൽ നനഞ്ഞായിരിക്കും ഇരിക്കുന്നത്. നാക്ക് എപ്പോഴും ക്ലീൻ ആയിരിക്കും എപ്പോഴും ഇങ്ങനെയുള്ള രോഗിക്ക്. അതിന് എപ്പിക്കാക്കാണ് കൊടുക്കാവുന്നത്. അടുത്തത് ആഴ്സനിക്കാണ്. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഉടനെയും വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ ഉടനെയും ഛർദ്ദിക്കുന്നു. വർദ്ധിച്ച അസ്വസ്ഥത, അടുത്തടുത്ത് അല്പാൽപമായി വെള്ളം കുടിക്കുവാനുള്ള ദാഹം. ഞാൻ മുമ്പേ പറഞ്ഞില്ലേ, സ്മോൾ ക്വാണ്ടിറ്റി ഇൻ സ്മോൾ ഇൻ്റർവെൽസ്, അതാണ് ആഴ്സനിക്. അത് ഏത് കണ്ടീഷനിലും അത് നോക്കിയാൽ നല്ല റിസൾട്ട് കിട്ടും. ചെസ്റ്റിനൊരു ഛർദിയോടുകൂടി ചെസ്റ്റിനൊരു വീക്ക്നെസ് പോലെ അനുഭവപ്പെടുകയാണെങ്കിൽ ഡൊബേലിയ മെഡിസിൻ, ഡൊബേലിയ. പിന്നെ ഇതിൻ്റെ ഒരു സ്പെസിഫിക് ആയിട്ട് എല്ലാവരും പറയുന്നത് സിംബോറിക്കാർപ്പസ് ആണ് പറയുന്നത്. ഗർഭകാലാരംഭത്തിന് ഛർദി നൽകാവുന്ന ഒരു പ്രത്യേക ഔഷധമാണ്. ശക്തമായ മനം പുരട്ടലും ഓക്കാനവും തുടർച്ചയായി വരുന്ന ഛർദി, ഭക്ഷണത്തിന്റെ മണമോ ഭക്ഷണത്തെക്കുറിച്ചുള്ള ചിന്തയോ സഹിക്കാൻ പാടില്ല. അടുത്ത എവിടെയെങ്കിലും അടുത്ത വീട്ടിൽ കുക്കിങ്ങിന്റെ മണം വന്നാലും അന്നേരം ഛർദിക്കും. ഭയങ്കരമായ ഛർദിയാണ്. ഇത് ഞാൻ വളരെ ചില കേസുകളിലൊക്കെ ഞാൻ പരാജയപ്പെട്ടിട്ടുമുണ്ട്. അപൂർവം ചില കേസുകളിൽ അത് മറച്ചു വെക്കുന്നില്ല. ഭക്ഷണത്തിന്റെ ദർശനവും കാണുമ്പം തന്നെ മണവും ഒക്കെ ഉണ്ടാകുകയാണെങ്കിൽ, ഓക്കാനവും അതിരാവിലെ പൊടിരസമുള്ള ഭക്ഷണങ്ങളോട് ആർത്തി കാണിക്കുകയാണെങ്കിൽ, ഭക്ഷണം കഴിച്ചതിന് ശേഷവും ഒന്നും അകത്തോട്ട് പോയില്ലെന്നുള്ളൊരു തോന്നൽ അനുഭവപ്പെടുകയാണെങ്കിൽ സെപ്റ്റിയ. ഭക്ഷണം കഴിച്ച ഉടനെ തന്നെ തികട്ടി വരിക, നാക്കിന് തവിട്ട് നിറം, വായുക്ഷോഭം, ഛർദി, പ്രഭാത ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ എല്ലാ ലക്ഷണങ്ങളും വർദ്ധിക്കുന്നു. നക്സോമിക്കാണ്. ഈ ചിലർക്ക് ഈ ഗർഭകാലത്ത് ഇത് വേണമെന്നില്ല. ചിലപ്പം മെൻസ്ട്രൽ പീരീഡിൽ പോടുകൂടെ ഡിസ്മെനോറിയ ടൈമിൽ, മെൻസസിൻ്റെ ആ പീരീഡിൽ ഈ സിംറ്റംസ് കണ്ടു കഴിഞ്ഞാൽ ഈ വക മരുന്നുകളൊക്കെ അന്നേരം കൊടുത്താൽ അത് വളരെ എഫക്റ്റീവാണ്. ഒരുപാട് പേർക്കുണ്ട് ഇതൊക്കെ. അതിൽ പ്രത്യേകിച്ചൊരു മരുന്ന് ഞാൻ കണ്ടത് അപ്പോസൈനം, പട്സാറ്റില, നക്സോമിക്ക, സെപ്റ്റിയ, ഇതൊക്കെ ആ കണ്ടീഷനിൽ കൊടുക്കാം. ആഴ്സനിക്കാർക്ക്, എപ്പിക്കാർക്ക് ഇതെല്ലാം കൊടുക്കാവുന്ന മരുന്നുകളാണ് അങ്ങനെയുള്ള കണ്ടീഷൻ. ഈ ആർത്തി, അതായത് ക്രേവിങ്, ചുണ്ണാമ്പ്, ചോക്ക മുതലായവ തുടങ്ങി അതിനെല്ലാം നമ്മൾ പറയുന്നത് പിക്കാന്നായിരുന്നു.
ഇതിൻ്റെ അകത്ത് നമ്മുടെ മെഡിക്കൽ ടെർമിനോളജി പറയുന്നു ചില സാധനങ്ങളൊക്കെ കഴിക്കണം. അതിൻ്റെ അകത്ത് കരിക്കട്ട, ചുണ്ണാമ്പ്, ചോക്ക് ഇതെല്ലാം തിന്നണമെന്ന് തോന്നിയാൽ പ്രത്യേകിച്ച് അരി, അലുമിനാണ് മെഡിസിൻ. ഞാൻ ഒരുപാട് കേസുകൾ കുറച്ചിട്ടുണ്ട് ഇതുകൊണ്ട്. ഈ ആർത്തി, മാംസം, പഴങ്ങൾ, പച്ചക്കറികൾ തുടങ്ങിയവയോട് ആർത്തി മാക്കാർബിൻ്റെ ഒരു സംരംഭമാണ്. ഉപ്പിനോടും ഉപ്പിലിട്ട ഭക്ഷണ പദാർത്ഥങ്ങളോടും ഇത് കേൾക്കുമ്പോൾ തന്നെ എല്ലാവർക്കും അറിയാൻ നേട്ടം മൂടാണ്. മണ്ണ്, ചോക്ക്, ചുണ്ണാമ്പ് തുടങ്ങിയവയോടുള്ള ആർത്തിയാണ് നൈട്രിക് ആസിഡ്. പഞ്ചസാരയോടും അച്ചാറിനോടും ആർത്തി വന്നാൽ സൾഫറാണ് മെഡിസിൻ. അമ്മളം, തണുത്ത വസ്തുക്കൾ, ഉപ്പ് തുടങ്ങിയവയോട് ആർത്തി വന്നാൽ ബെറേട്രമാളാണ് മെഡിസിൻ. ചോക്കിനോട് മാത്രമാണ് അമിതമായ ആർത്തിയെങ്കിൽ കൽക്കേറിയ കാർബൺ. ചാരം, കരിഞ്ഞ ഭക്ഷണ പദാർത്ഥങ്ങൾ തുടങ്ങിയവയോട് ആർത്തി കാണിച്ച കാർബോവേദാണ് മെഡിസിൻ. ആപ്പിളിനോട് മാത്രം വലിയ താല്പര്യമുണ്ടെങ്കിൽ ടെഡൂറിയമാണ് മെഡിസിൻ. ആപ്പിൾ തിന്നാൻ ഭയങ്കര താല്പര്യം, എത്ര കണ്ടാലും മതിയാകില്ല. അത് പിള്ളേർക്കും ചിലപ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട്. ഈ വക ഗർഭിണികൾക്ക് മാത്രമല്ല, കൊച്ചു പിള്ളേർ ഇതൊക്കെ ഈ മോളിൽ നിന്നൊക്കെ ഈ വിറ്റിൽ നിന്നൊക്കെ ഇത് അടത്തി തിന്നുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെയുള്ളതൊക്കെ കൊടുക്കുമ്പോൾ നമ്മൾ ഇത് അതുപോലെ ചില പിള്ളേർ ഉപ്പും പാത്രത്തിൽ കൈയിട്ടിട്ട് നക്കുന്ന കണ്ടിട്ടുണ്ട്. അവർക്ക് നേട്ടം മൂട് കൊടുത്താൽ കുറയും. സോറി. ഇനി അടുത്തത് അബോർഷൻ. ഏകദേശം ഇനി 10 മിനിറ്റേ ഉള്ളൂ. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ കൈവക്കാം, ഞാനിവിടെ നിർത്താം. അല്ലെങ്കിൽ ഇനി 10 മിനിറ്റ് കൂടെ ഉണ്ട്, കണ്ടിന്യൂ ചെയ്യാം. ഏതാ വേണ്ടിയത്? ആരെങ്കിലും ഉണ്ടോ? കൈവെക്കുന്നുണ്ടോ? ചോദ്യം എന്തെങ്കിലും ഉണ്ടോ? അല്ലെ ആഡ് ചെയ്യാനുണ്ടോ? എന്നെക്കാട്ടി കൂടുതൽ വിവരവും വിവേകമുള്ളവരും ഇതിൻ്റെ അകത്ത് കാണുമെന്ന് എൻ്റെ പ്രതീക്ഷ. ഉണ്ടെങ്കിൽ അവർക്ക് ആഡ് ചെയ്യാം, അല്ലെങ്കിൽ ഞാൻ കണ്ടിന്യൂ ചെയ്യും. ചോദ്യങ്ങളുണ്ട് സാർ, പക്ഷെ ആ അബോർഷൻ്റെത് കുറച്ചേ ഉള്ളെങ്കിൽ അത് അതും കൂടി പറഞ്ഞു തീർത്തിട്ട് നമുക്ക്. അബോർഷൻ ശരീര ശോഷണം കൊണ്ടും വിളർച്ച കൊണ്ടും ഗർഭചിത്രത്തിലുള്ള സ്വാഭാവികമായ പ്രവണതയുടെ അൺട്രീസ് സ്പെർണോസ മദർ ടിഞ്ചറാണ് അത് കൊടുക്കുന്നത്. അത് 10 കൊണ്ട് വീതം 2-3 മണിക്കൂറൊക്കെ ഇടവിട്ട് കൊടുക്കും. ഈ അബോർഷൻ പ്രിവെന്റ് ചെയ്യാൻ സഹായിക്കുന്നതാണ്. ഇത് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞതാണ്. ഈ 3-ാം മാസം ഗർഭടച്ചുന്നുണ്ടെങ്കിൽ എപ്പിസ്മെലിരിക്കാൻ നല്ലൊരു മരുന്നാണ്. ഭയം കൊണ്ടും പേടി, ആവേശം കൊണ്ടും അലസിപ്പോകുമെന്നുള്ള തോന്നലുണ്ടെങ്കിൽ, അസ്വസ്ഥത, ആദി, ദാഹം തുടങ്ങിയവയോടുകൂടി പനി, ചർമ്മം ഉണങ്ങിയിരിക്കുകയാണെങ്കിൽ അക്കണൈറ്റ. ഭയങ്കര പേടിയായിരിക്കും. പേടി കൊണ്ട് തന്നെ അപ്പം അലസിപ്പോകാം. ആദ്യത്തെ മാസം തന്നെ അലസുവാണെങ്കിൽ ക്രോക്കസ് സദൈവമാണ് മെഡിസിൻ. ആദ്യ 10 മാസം തന്നെ മിക്കത്തില്ല, പോകും. 3-ാമത്തെ മാസമാണെങ്കിൽ സിംസിഫൂഗാണ്. തുടർച്ചയായി തെളിഞ്ഞ് ചുവന്ന രക്തം ഒഴുകിക്കൊണ്ടിരിക്കും. കൊളുത്തി വലിക്കുന്ന വേദനയും ഓക്കാനവും അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ നാക്ക് ക്ലീൻ ആയിരിക്കും. എപ്പിക്കാക്ക് അഥവാ എപ്പിക്കാക്ക് പരാജയപ്പെട്ടാൽ കൊടുക്കാവുന്ന വേറൊരു മരുന്ന് പ്ലാറ്റിന. അത് ഹൈപ്പർ സെൻസിറ്റിവിറ്റി കാണും. അതാണ് അതിൻ്റെ അകത്തെ പ്രത്യേകത. അങ്ങനത്തെ നാപ്കിൻ പോലും കൊടുക്കാൻ പറ്റാത്ത സ്ഥിതിയായിരിക്കും. 5 തൊട്ട് 7 മാസം വരെയാണ് ഗർഭം അലസുന്നെങ്കിൽ സെപ്പിയ മെഡിസിൻ. സെപ്പിയ ഗർഭചിത്രത്തിന് ശേഷം ഇത് ആണെങ്കിൽ, ഈ ബ്ലീഡിങ് കൂടുതലാണെങ്കിൽ എക്കസ് ഇൻഡിക്കസ് എന്ന് പറയുന്ന ഒരു മദർ ടിഞ്ചറാണ്. അതല്ലെങ്കിൽ ടില്യം പെൻഡുലേറ്റും കൊടുക്കാൻ. ടില്യം, ഇത് രണ്ടുമാണ് ഏറ്റവും നല്ല മരുന്ന് എൻ്റെ അനുഭവത്തിൽ കണ്ടിരിക്കുന്നത്. ഏത് മാസത്തിനും, പ്രത്യേകിച്ച് 8-ാം മാസത്തിലും ആണെങ്കിൽ ബിബ്രിനം പ്രോണിപോളിയം, അത് മദർ ടിഞ്ചറാണ് കൊടുക്കുന്നത്. ഇനി
ഇത് പ്രിവെന്റ് ചെയ്യാനായിട്ട് ആദ്യം തൊട്ടേ കൊടുക്കാവുന്ന ഒരു മെഡിസിനാണ്, അത് പൊട്ടൻസിയാണ്. വിബ്രിനം ഓപ്പറിസ് കൊടുത്താൽ പ്രിവെന്റ് ആകും. ഇനി മരിച്ചു കഴിഞ്ഞാണ് അങ്ങനെ ഉണ്ടാകുന്ന കുട്ടികളാണ് മരിച്ചിട്ട് എപ്പോഴും ഉണ്ടാകുന്നെങ്കിൽ DNA എന്ന് പറയും. DNA എന്ന് പറഞ്ഞൊരു മരുന്ന്. അത് കൊടുത്തു കഴിഞ്ഞാൽ അത് ഈ മരിച്ച് ഉണ്ടാകുന്നത് തടയാം. പിന്നെ ഞാൻ വേറെ കണ്ട് ഓരോരുത്തർ വായിച്ചെങ്ങാണ്ട് കുറിച്ചിട്ടിട്ടുണ്ട്, മറന്നുപോയി. അത് എവിടാണെന്ന് തപ്പിട്ട് കണ്ടിട്ട് വേറൊരു മെഡിസിനോടുണ്ട്. ഞാൻ ഈ അടുത്ത കാലത്ത് അത് വേറെ റെഫർ ചെയ്തപ്പോൾ കണ്ടു. അപ്പൊ ഇനി ആർക്കെങ്കിലും ഇപ്പം 7 മിനിറ്റ് കൂടെ ഉണ്ട്, ശരിയാണോ? ഉം. അതെ സാർ. ആർക്കെങ്കിലും ചോദിക്കാനോ പറയാനോ കൊടുക്കാനോ, അല്ലെങ്കിൽ പിന്നെ ഒരു 10 മിനിറ്റ് കൂടെ പോകും, അത് നമുക്ക് തികയില്ല. അതുകൂടെ ഒന്ന് മാത്രമേ ഇനി ബാക്കിയുള്ളൂ. ബ്രസ്റ്റ് മിൽക്ക്, മുലപ്പാലിനെ കുറിച്ചേ ഉള്ളൂ. അത് 10 മിനിറ്റ് ഉണ്ട്. 2 മിനിറ്റ് 3 മിനിറ്റ് കൂടെ കൂടി വരാമെങ്കിൽ അത് കൂടെ തീർക്കും. ഇത് പറയാം സാറേ, അതുകൂടെ പറയുമ്പോൾ സുഖമാവും. ഒരു 3 മിനിറ്റ് കൂടുമെന്നല്ലേ ഉള്ളൂ, അത് സാരമില്ല. അതെ അതെ. അതെ, മുലപ്പാലിനെ കുറിച്ചാ, ബ്രസ്റ്റ് മിൽക്കിനെ കുറിച്ചാ. മുലപ്പാൽ കൊടുക്കുന്ന അമ്മമാരിൽ പാലിന്റെ അളവ് വർദ്ധിപ്പിക്കാൻ നൽകാവുന്ന ഏറ്റവും നല്ല ഔഷധം എൻ്റെ അനുഭവത്തിൽ ബ്രിസിനസ് കമ്മ്യൂണിസാണ്. അത് പൊട്ടൻസിയാണ് കൊടുക്കുന്നത്. മുലപ്പാലിന്റെ അളവ് കുറയ്ക്കുവാൻ ചിലരും ഭയങ്കരമായിട്ടുള്ള പാലുണ്ട്, എത്ര കുടിച്ചാലും വരികയില്ല. കുടിച്ചിട്ട് പറ്റാതെ വരുമ്പം അമ്മയ്ക്ക് ആപ്സസും കാര്യങ്ങളും ഒക്കെ ഉണ്ടാകും, മാസ്റ്റൈറ്റിസ് ഉണ്ടാകും. അങ്ങനെ ഉണ്ടാകുകയാണെങ്കിൽ കുറയ്ക്കാൻ വേണ്ടിയുള്ളതാണ് പൾസാറ്റിക. കുറഞ്ഞു വരികയാണെങ്കിൽ, ഇത് ഉയർത്ത് വരികയാണെങ്കിൽ കൊടുക്കാവുന്ന അർട്ടിക്ക യൂറൻസ് മദർ ടിഞ്ചർ കൊടുത്താൽ മതി. അത് തൊടുമ്പം മുലയെ സ്പർശിക്കുമ്പോൾ ഭയങ്കരമായ വേദന കാണും. കുഞ്ഞ് കുടിക്കുമ്പോഴും എല്ലാം ഭയങ്കര വേദനയായിരിക്കും. പാലിന്റെ സ്രാവം നിൽക്കുകയും രോഗിക്ക് വിഷാദം അനുഭവപ്പെടുകയും അമിതദാഹം അനുഭവപ്പെടുകയും 24 മണിക്കൂറിനകം താൻ മരിക്കുമെന്ന് രോഗി പ്രവചിക്കുകയും ചെയ്യുകയാണെങ്കിൽ ലാക് ഡെഫ്ലറേറ്റം കൊടുത്തു കഴിഞ്ഞാൽ പറയും പൊട്ടൻസിയാണ്. അതെ, അർട്ടിക്ക യൂറൻസ് പറഞ്ഞത് മദർ ടിഞ്ചറാണ്. സ്ഥലങ്ങളിൽ വീക്കവും വേദനയുമുള്ള കെട്ടുകെട്ട് പോലെയുള്ള നിരവധി മുഴകൾ കാണുകയും പാൽ വളരെ കുറഞ്ഞ അളവിൽ കാണുന്നു, പാൽ കട്ടിയായി വരികയും പെട്ടെന്ന് ഉണങ്ങിപ്പോവുകയും ചെയ്യുന്ന മുലക്കണ്ണികളിൽ നിന്ന് പാൽ നൂലുപോലെ തൂങ്ങിക്കിടക്കുകയും കുട്ടി മുലകുടി നിർത്തിയതിനു ശേഷവും സ്ഥലത്തു നിന്നും രക്തം കലർന്ന വെള്ളം പോലെയുള്ള സ്രാവം ഒഴുകിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ പയറ്റിളക്കിയാണ് മെഡിസിൻ. വെള്ളം പോലെ വരുന്ന ഗുണമില്ലാത്ത മുലപ്പാൽ കുട്ടി പാൽ കുടിക്കുവാൻ മടിക്കുകയാണെങ്കിൽ കാൽക്കേറിയ കാർബാണ് മരുന്ന്. പൊട്ടൻസിയാണ് ഇതൊക്കെ. പാലിന്റെ സ്രാവം തടയുന്നു. കുട്ടി പാൽ കുടിക്കുമ്പോൾ മുലക്കണ്ണിൽ നിന്നും പാലിന് പകരം രക്തം വരികയാണെങ്കിൽ സൈഡീഷ്യ. മുലപ്പാൽ കൊടുക്കുന്ന അമ്മമാരിൽ പാലിന്റെ അളവും ഗുണവും വർദ്ധിപ്പിക്കുവാൻ നൽകാവുന്ന ഒന്നാന്തരം ഔഷധമാണ് ആൽഫാൽഫ. ആൽഫാൽഫ ഞാൻ എല്ലാ പ്രസവിച്ച് വരുന്ന മുല കുടിക്കുന്ന അമ്മമാർക്കും പാല് കുറയുമ്പം കൊടുക്കാറുള്ള ഒരു പ്രത്യേക ഔഷധമാണ് ആൽഫാൽഫ. അത് ഒന്ന്, ഞാൻ ആൽഫാൽഫ ക്രോണിക്കായിട്ടും കൊടുക്കും. ആൽഫാൽഫ മദർ ടിഞ്ചറാണ് കൊടുക്കുന്നത് കേട്ടോ. അത് പൊട്ടൻസി അല്ല, മദർ ടിഞ്ചറാണ്. ഇത് ഉത്തരവും കൊണ്ട് ഇനി രണ്ട് മിനിറ്റ് കൂടെ ഉണ്ട്, 3-4-5 മിനിറ്റ് കൂടെ ഉണ്ട്. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും കൂട്ടിച്ചേർക്കാനോ സംശയം ഉണ്ടെങ്കിൽ പറയാനുള്ള അവസരമാണ്. ഡിസ്കഷനിൽ കൂടെയാണ് നമ്മൾ കൂടുതൽ. ആരും മിണ്ടാതിരുന്നു കഴിഞ്ഞാൽ ഒരു സുഖമില്ല. അത് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം 100% ശരിയാണ് സാർ. പക്ഷേ ഒരിക്കല് ഇപ്പൊ ഈ സാറിന് പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർക്കുന്നത്, ഇതുപോലെ നമ്മളോട് പല ആൾക്കാർ പറയാറുണ്ട്, നമുക്ക് ഒന്നാമത്തെ കുട്ടിക്കാണെങ്കിൽ മിക്കവാറും ആസ്മയായിട്ട് വരുമ്പോൾ നമ്മൾ ചോദിക്കും, നിങ്ങൾ എന്താ മുലപ്പാലൊക്കെ കൊടുക്കും? അത് ഡോക്ടറെ അന്ന് പാല് തീരെ കുറവായിരുന്നു, അതുകൊണ്ട് പിന്നെ ഞാനാണ് കൊടുത്തുകൊണ്ടിരുന്നത്. ഓ, അത് പിന്നീട് അവൻ വന്ന് അത് മാത്രമേ കുടിക്കുകയുള്ളൂ, അതുകൊണ്ട് ഞാൻ തന്നെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ പറയുന്ന കേസുണ്ട്. അപ്പൊ നമ്മൾ തിരിച്ച് 1-2 ചോദ്യങ്ങൾ ചോദിക്കും. നിങ്ങൾ പാലോ മുട്ടയൊക്കെ? അയ്യോ ഡോക്ടറെ, ഞാൻ പണ്ട് തൊട്ടേ പാല് കഴിക്കില്ല, ഞാൻ പണ്ട് തൊട്ടേ മുട്ട കഴിക്കില്ല, പിന്നെ ആകെപ്പാടെ കുറെ പച്ചച്ചോറും കുറച്ച് എരിയാത്ത കറികളും ഇങ്ങനെ ആണ് കഴിക്കുന്നത്. യഥാർത്ഥത്തിൽ ഈ മുലയൂട്ടുന്ന അമ്മമാര്
നല്ല രീതിയിൽ പാലും മുട്ടയൊക്കെ കഴിക്കുകയാണെങ്കിൽ അവർക്ക് നന്നായിട്ട് കാൽസ്യവും പ്രോട്ടീനും ഉണ്ടാകും. അതുപോലെ തന്നെ ചെറുപയറോ കടലയോ കപ്പലണ്ടിയൊക്കെ നന്നായിട്ട് കഴിക്കുകയാണെങ്കിൽ നല്ല ക്വാളിറ്റിയുള്ള മുലപ്പാലുണ്ടാകും. ഈ മുലപ്പാൽ ഉണ്ടായാൽ ഇത് നന്നായിട്ട് കുടിക്കും. അപ്പോൾ പലരും പറയുന്നത് ഡോക്ടറെ അവിടെ വെച്ച് അവർ ഞാൻ കൊടുക്കാൻ തുടങ്ങി, അത് തന്നെ കൊടുത്തോളാനാ പറയും. പക്ഷെ നമ്മൾ ചെയ്യേണ്ടത് നമ്മളിപ്പോൾ സാറ് പറഞ്ഞ ഈ മെഡിസിനൊക്കെ കൊടുക്കുകയും അതിനോടൊപ്പം തന്നെ ഇങ്ങനെയുള്ള ഡയറ്റ് അഡ്വൈസ് ചെയ്യുകയും പിന്നെ കഴിയുന്നതും നിങ്ങൾ ഈ ഞാൻ കൊടുക്കാതെ മുലപ്പാല് കൊടുക്കാൻ അത് ഒരു മണിക്കൂറിലോട്ട് കൊടുത്താലും കുഴപ്പമില്ല. അങ്ങനെ ഫ്രീക്വന്റ് ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ പാലുണ്ടാകും. അത് നമ്മൾ പണ്ടൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട്, നമ്മുടെയൊക്കെ വീടുകളിൽ പശു കറവയുള്ള കാലത്ത് പശുവിന്റെ പാല് കുറയുമ്പോൾ നമ്മളിങ്ങനെ ആ ആ കൈ കൊണ്ട് പതുക്കെ പതുക്കെ ബ്രസ്റ്റിന് ചെറിയ രീതിയിൽ ഇങ്ങനെ ഇടിച്ച് കൊടുക്കും. അത് കഴിയുമ്പോഴത്തേക്ക് പെട്ടെന്ന് അത് ഈ പാല് കുടിക്കുന്ന രീതിയിൽ രണ്ട് കൈ കൊണ്ട് ഇങ്ങനെ മാറി മാറി ഇങ്ങനെ ചെയ്യും. അപ്പോൾ ഒപ്പം തന്നെ ഈ ബ്രസ്റ്റ് നിറയുകയും പാല് വരികയും ചെയ്യും. അത് തന്നെയാണ് പശുവിനെ ആ, കറവ കുറയുന്ന സമയത്ത് നമ്മളിങ്ങനെ പശുവിനെ ഡാമിനെ കൊണ്ടൊന്ന് മുത്തിക്കും. മുത്തിച്ച ഉടനെ പാല് വരും, ഉണ്ടെങ്കിൽ ആവിനെ മാറ്റിയിട്ട് കറന്നെടുക്കും. ഈ ഒരു ടെക്നിക്ക് ചെയ്യുമ്പോൾ നല്ല ക്വാളിറ്റിയുള്ള മുലപ്പാൽ ഉണ്ടാകും, കുട്ടി കുടിക്കുകയും ചെയ്യും. ക്രമേണ ഈ ഞാൻ പൂർണ്ണമായിട്ട് നിർത്താനും പറ്റും. പക്ഷെ അമ്മമാരുടെ വിശ്വാസം ഞാനാണ് നല്ലത്, അതുകൊണ്ട് അതാണ് നല്ല അങ്ങനെ അവർ തുടരും, അതാണ് അവൻ നന്നായിട്ട് കുടിക്കും. പക്ഷെ അങ്ങനെ എൻകറേജ് ചെയ്യുമ്പോൾ ഈ അമ്മയ്ക്ക് ഒത്തിരി അസുഖങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ കുട്ടിക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പൊ കഴിയുന്നതും നമ്മൾ മുലപ്പാല് കൂടുതൽ കുടിക്കുന്നതിന് വേണ്ടി അവരോട് പറഞ്ഞ് കൺവിൻസ് ചെയ്യണം. ഇങ്ങനെ ആ, പറയുന്ന പല അമ്മമാർക്കും അവരുടെ രണ്ടാമത്തെ പ്രസവം വരുമ്പോൾ നമ്മൾ പറയും, നിങ്ങൾ ഗർഭിണി ആയിരിക്കുമ്പോൾ തന്നെ ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും നല്ല രീതിയിൽ നിങ്ങൾക്ക് മരുന്ന് കൊടുത്ത് മാറ്റാൻ പറ്റും എന്ന് പറയാറുണ്ട്. ആരോ അപ്രതീക്ഷിതമായ ഒരാള് ഹാൻഡ് റൈസ് ചെയ്തിട്ട് നമുക്ക് ക്ലോസ് ചെയ്യാം. എത്രയും വേഗം ഓട്ടോ താങ്ക്സ് പറഞ്ഞ് ക്ലോസ് ചെയ്യാം. ചിലപ്പം സൂം ആ സാർ ഒരു കാര്യം കൂടി ഞാൻ ചോദിച്ചിട്ട് ക്ലോസ് ചെയ്തോട്ടെ. ആ സാർ നമ്മൾ ഈ ഗർഭകാലത്തെ കൊടുക്കാൻ പാടില്ലാത്ത മെഡിസിൻ ഏതൊക്കെയാണ്? അങ്ങനെ ഏതെങ്കിലും മെഡിസിൻസ് ഉണ്ടോ? സത്യത്തില് എന്റെ അനുഭവത്തില് ഇതേവരെ ഈ പട്സാറ്റിലൊക്കെ ബിഗിനിങ് ഞാൻ കൊടുക്കാറില്ല. അതായത് ഈ കൂടുതൽ ഇത് ഈ ഇതിനെ ഹെൽപ്പ് ചെയ്യുന്ന ഇതാണല്ലോ, അന്നേരം അത് കൊടുക്കാറില്ല. പട്സാറ്റില ഒഴിച്ച് ഗോസിപ്പിയം അങ്ങനെയുള്ള ചില മെഡിസിൻസ് ഒന്നും കൊടുക്കാറില്ല. അല്ലാതെ ഇതേവരെ കൊടുത്ത ബാഡ് എഫക്റ്റ് വന്നതൊന്നും എൻ്റെ അനുഭവത്തിലില്ല. എന്നാലും അത് ഞാൻ ചില പുസ്തകത്തിൽ ചിലർ പറഞ്ഞിട്ടുള്ളത് ഞാൻ അതങ്ങ് അനുഭവത്തിൽ ഒരു ബാഡ് എഫക്റ്റ് ഉണ്ടാകണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞാൻ കൊടുക്കാത്ത. വേറെയൊന്നോ ആരോ പുസ്തകം വായിച്ചപ്പോൾ അതിൻ്റെ അകത്ത് എഴുതിയിരിക്കുന്നത് കണ്ട് ഞാൻ അതുകൊണ്ട് അതങ്ങനെ ഈ രണ്ടു മൂന്ന് മരുന്നുകൾ അനുഭവിച്ച് ബാക്കിയുള്ളതെല്ലാം ഞാൻ കൊടുക്കും. ഇൻഡിക്കേറ്റഡ് ആണോ അത് ശരിക്കും വർക്ക് ചെയ്തിട്ട് തീർച്ചയായിട്ടും നമുക്ക് ഏറ്റവും ഈ ഗർഭകാലത്ത് കൊടുക്കാവുന്ന മരുന്ന് ഹോമിയോപ്പതി മരുന്ന് തന്നെയാണ്. അമ്മയ്ക്ക് മാത്രമല്ല കുഞ്ഞിനും രോഗങ്ങളൊന്നും അധികം വരാതിരിക്കും. അത് നമ്മുടെ ഇതിൽ അങ്ങനെയാണ് ഹോമിയോപ്പതിക്ക്. അതായത് പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്ന് പറയും. അമ്മയെന്നാണല്ലോ. അതുപോലെ ഈ കുഞ്ഞിനുണ്ടാകുന്ന രോഗത്തിനും അമ്മയ്ക്ക് കൊടുത്തു കഴിഞ്ഞാൽ മുലപ്പാലിലൂടെ അതിൻ്റെ എഫക്റ്റ് ചെയ്യുന്ന കുഞ്ഞിനും സുഖം കിട്ടും ആ മരുന്ന് കൊടുത്താൽ. പിന്നെ ഇത് പറഞ്ഞപ്പോൾ ഞാൻ അമീന സദൈവ പറഞ്ഞല്ലോ, അതായത് ആതിരാശ്രമത്തിൻ്റെ ഒരു KS പിള്ള എന്ന് പറയുന്ന തിരുവനന്തപുരത്തെ ഒരു പഴയ ഹോമിയോപ്പതി ഡോക്ടർ താമസിച്ചിരുന്നു കോട്ടയത്ത് കുറിച്ചിയിൽ സ്വാമിയുടെ ആശ്രമത്തിൽ. അന്നേരം പുള്ളി എന്നും ചിരിച്ച പാല് കുടിക്കും. അന്നേരം പശു ഗർഭിണിയായിട്ടിരിക്കുമ്പോഴേ പുള്ളി ഈ അവിനസദിവ സ്ഥിരം കൊടുക്കും. അന്നേരം സ്വാമി പതിയെ ഒരു പ്രാവശ്യം ഇതെല്ലാം കണക്കെഴുതി. അന്നേരം പുള്ളി എന്നെ അടുത്ത പ്രസവത്തിന് പിന്നെ ഇതൊന്നും കൊടുത്തില്ല, ഹോമിയോപ്പതി മരുന്ന് കൊടുത്തില്ല. അന്നേരം പാലിൻ്റെ ഒട്ടും, കാരണം ആ പ്രാവശ്യം പുള്ളി മരുന്ന് കൊടുത്തില്ല. അതുകൊണ്ട് ഈ മുലപ്പാലിന് ഏറ്റവും കൂടുതൽ അന്ന് മുതൽ ഞാൻ ഈ വൈനാസതവായും അതുപോലെ അതിന് ഇൻഡിക്കേറ്റഡ് ആയിട്ട് വേറെ പല മരുന്നുകളുണ്ട്, അതൊക്കെ കൊടുക്കാറുണ്ട്. വളരെയധികം റിസൾട്ടാണ്. ഞാനിതൊരു അനുഭവം പങ്കുവെച്ചെന്നുള്ളതേ ഉള്ളൂ. താങ്ക് യു അണ്ണാൻ പോട്ടെ. എല്ലാം കേട്ടിരുന്ന എല്ലാവർക്കും വളരെയധികം. ഡോക്ടർ ആദ്യമായിട്ടാണോ മോഡറേറ്റ് ചെയ്യുന്നത്? ഞാനിന്ന് ആദ്യം കാണുന്നത്. കുറച്ച് ഇതിനു മുമ്പ് ഇപ്പൊ തുടങ്ങിയുള്ളൂ. ആണോ? എവിടാ പഠിച്ചത്? ട്രിവാൻഡ്രം ഹോമിയോ കോളേജിൽ. ഏത് വർഷ പാസ്സായത്?
2025. എങ്ങനെ സർ? ആട്ടെ ആട്ടെ. നമുക്കൊരു മോഡറേറ്ററെ കൂടെ ആയല്ലോ, കണ്ടതിൽ വളരെ സന്തോഷം. ആ ഓക്കെ ഓക്കെ ഓക്കെ. സാർ, നമുക്ക് ക്ലാസ് അവസാനിപ്പിക്കാം. ക്ലാസ് ഞാൻ വോട്ട് ഓഫ് താങ്ക്സ് ഒന്ന് പറഞ്ഞേക്കട്ടെ. സാർ, ഓക്കെ. IFPHന്റെ പേരിൽ ഇത്രയും പ്രഗ്നൻസിയുടെ സമയത്ത് ഇത്രത്തോളം മെഡിസിൻസ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ന്യൂ കമർ ആണ്. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ നമുക്ക് ആക്ഷൻ ഉണ്ട്, മെഡിസിൻസിന് ഇങ്ങനെ കൊടുക്കാൻ പറ്റും. പ്രഗ്നൻസിക്ക് ശേഷം അല്ലെങ്കിൽ മുലപ്പാൽ വർദ്ധിപ്പിക്കാനൊക്കെ നമ്മുടെ മെഡിസിൻ കൊടുക്കുമെന്ന് അറിയാം. പക്ഷെ പ്രഗ്നൻസിയുടെ സമയത്ത് അങ്ങനെ ഇങ്ങനെ മെഡിസിൻസ് ആരും കൊടുക്കണതായിട്ട് അങ്ങനെ പറഞ്ഞ് എല്ലാരും ഇങ്ങനെ പറയാറേ ഉള്ളൂ, ഇങ്ങനെ കൊടുത്ത് നോക്കിയിട്ടില്ല എന്ന് പറയും. അപ്പോൾ ഇത്രയും മെഡിസിൻസും ഇത്ര ഇൻഡിക്കേഷൻസും ഒക്കെ പറഞ്ഞു തന്നതിന് സാറിനോട് വളരെയധികം നന്ദിയുണ്ട്. അപ്പൊ IFPHന്റെ പേരിൽ എല്ലാവരുടെയും പേരിലുള്ള നന്ദി ഞാൻ സാറിന് പറയുകയാണ്. താങ്ക് യു സാർ. ഓക്കെ. ഗുഡ് നൈറ്റ് എല്ലാവർക്കും. ഹൃദയം നിറഞ്ഞ നന്ദി. താങ്ക് യു. പങ്കെടുത്ത എല്ലാവർക്കും നന്ദി. ശുഭനിദ്ര, സുഖനിദ്ര. ഓക്കെ. താങ്ക് യു. ഗുഡ് നൈറ്റ്.